ഹായ് ടി എം ഫാമിലി. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് റിലീസ് ആയിട്ടുള്ള നമ്മുടെയൊക്കെ ഫേവറേറ്റ് ഹീറോ ജാക്കി ചാൻ അഭിനയിച്ചിട്ടുള്ള ഒരു കിടിലൻ ചൈനീസ് കഥയാണ്. കഥയുടെ പേര് ദി അൺഎക്സ്പെക്റ്റഡ് മാൻ. ഉറപ്പായിട്ടും നിങ്ങളുടെ മനസ്സ് നിറയുന്ന ഒരു അടിപൊളി ഫീൽ ഗുഡ് കഥയാണിത്. അപ്പോൾ കഥയെക്കുറിച്ച് അധികമൊന്നും ഞാൻ പറഞ്ഞ് നിങ്ങൾ ഇൻട്രസ്റ്റ് കളയുന്നില്ല. അപ്പോൾ ഇതിലും അടിപൊളി കഥകൾ നിങ്ങൾക്ക് വേഗം എത്തിക്കാൻ എനിക്കൊരു മോട്ടിവേഷനും സപ്പോർട്ടായിട്ട് എല്ലാ കൂട്ടുകാരും ഇപ്പം തന്നെ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ഫാമിലിയിലേക്കും ഫ്രണ്ട്സിലേക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഈ കഥയ്ക്ക് എത്ര റേറ്റിംഗ് കൊടുക്കാൻ പറ്റും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം. ഇതുപോലുള്ള കഥകൾ കാണുമെന്ന് തോന്നുകയാണെങ്കിൽ ട്വിസ്റ്റ് മലയാളി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ തുടങ്ങല്ലേ. ഈ കഥയുടെ ആരംഭത്തില് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് നല്ല പ്രായമായിട്ടുള്ള നമ്മുടെ ജാക്കി ചാനിലെ ഏതോ 2 വാക്കുകൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. അതായത് സൺഫ്ലവർ സീഡ്, പീനട്ട്. എന്തിനെങ്ങനെ ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല. അങ്ങനെ വീട് ലോക്ക് ചെയ്ത് പുറത്തിറങ്ങിയപ്പോ നമ്മുടെ ജാക്കി താമസിക്കുന്ന വീടിന്റെ മുകളിൽ ഒരു ലേഡി എന്തെങ്കിലും മറന്നെന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് അങ്ങേര് പോകുമ്പോ എടുക്കാൻ എന്തോ കാര്യം മറന്നിട്ടുണ്ട്. വീണ്ടും ഡോർ തുറന്ന് ആ ബാഗും എടുത്തിട്ടാണ് തിരിച്ച് പോവാൻ നോക്കുന്നത്. എന്നാല് അപ്പം വീടിന്റെ ചാവി എടുത്തിട്ടില്ല. ആ കാഴ്ച നമ്മുടെ ആന്റി കണ്ടപ്പോ ഓടി വന്നിട്ട് ചാവി മറന്നിട്ടാണ് പോകുന്നത്. എങ്ങോട്ടാ? ഹോസ്പിറ്റലിലേക്കാ? ഞാൻ വരണോ? അപ്പൊ ജാക്കി ആണെങ്കിൽ അത് കുഴപ്പമില്ല, ഞാൻ ഒറ്റക്ക് പോയിക്കോളാം. ഇനിയിപ്പോ എന്റെ വീട്ടിൽ ചാവി പുറത്തുണ്ടായാലും പ്രത്യേകിച്ച് പേടിക്കാനൊന്നുമില്ല, നിങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? എന്നിട്ട് ആന്റി ഒന്ന് പൊക്കി അടിക്കുന്നുണ്ട്. നിങ്ങളുടെ പാട്ട് അടിപൊളിയാട്ടാ. അങ്ങനെ സൈക്കിൾ എടുത്തിട്ട് നമ്മുടെ ജാക്കി അവിടെ നിന്ന് നേരെ ഡോക്ടറെ കാണാൻ പോവാണ്. അങ്ങനെ പോകുന്ന വഴിക്കാണ് ഒരു അച്ഛനും മകളും കടകളിൽ വെള്ളം സപ്ലൈ ചെയ്യുന്ന കാണുന്നേ. അപ്പൊ ആ പെൺകുട്ടിക്ക് വെള്ളത്തിന്റെ ബോട്ടിൽ പൊക്കാൻ കഷ്ടപ്പെടുന്ന കണ്ടപ്പോ നമ്മുടെ ജാക്കി സൈക്കിൾ നിർത്തി ആ വെള്ളം എടുത്ത് മുകളില് നിലയിൽ കൊണ്ടുപോയി കൊടുത്തിട്ടാണ് തിരിച്ച് പോവാൻ ഇറങ്ങുന്നത്. അപ്പൊ പ്രായമായിട്ടുള്ള ഒരു മുത്തശ്ശൻ ഗ്യാസ് കുറ്റി പൊക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടപ്പോ അത് എടുത്തു വെച്ചു കൊടുത്ത് അയാളെ സഹായിച്ചിട്ട് അവരുടെ ഒന്നൊരു നല്ല വാക്കിന് പോലും റിപ്പിൾ പോലും ചെയ്യാതെയാണ് അവിടെ നിന്ന് പോകുന്നത്. ജാക്കിയുടെ ഉള്ളിൽ എന്താന്ന് വെച്ചാൽ തനിക്ക് സമാധാനം കിട്ടിയാൽ മതി, അല്ലാതെ ആരുടെയും വാലിഡേഷന്റെ ആവശ്യമില്ല. അപ്പോഴാണ് മറ്റൊരു ഭാഗത്ത് ട്രെയിനിൽ ഒരുത്തൻ ഫോണിൽ കളിച്ചോണ്ടിരിക്കുമ്പോ ഒരു കോള് വരികയാണ്. അവന്റെ ആന്റി വിളിച്ചതാണ്. ഇവന്റെ പേര് ഗുഹാൻ എന്നാണ്. അതുമാത്രല്ല നമ്മുടെ ഈ കഥയിലെ സെക്കൻഡ് ഹീറോയും ഗുഹാനാണ്. ആന്റി, അല്ലടാ നീ നാട്ടിലെ ജോലിയും ക്വിറ്റ് ചെയ്തിട്ട് ആരോടും പറയാതെ ഇത് എങ്ങോട്ടാ പോകുന്നത്? അവൻ, അല്ല ആന്റിക്ക് അറിയുന്നല്ലേ, എനിക്കാകെ വല്യമ്മ മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഈ അടുത്തല്ലേ വല്യമ്മ മരണപ്പെട്ടെ. അപ്പോ അവസാനമായിട്ട് എന്നോട് അമ്മ ഒരു കാര്യം പറഞ്ഞുള്ളൂ, അമ്മയുടെ നാട്ടിൽ കൊണ്ടുപോയിട്ട് ഇവിടെ അടക്കം ചെയ്യണമെന്ന്. അപ്പൊ ആന്റി ആണെങ്കിൽ മരിക്കാനുള്ള ആള് മരിച്ചു കഴിഞ്ഞു, എന്നിട്ട് ഇതിന്റെ പിന്നാലെ പോവാന് നിനക്ക് തലക്ക് വല്ല കുഴപ്പമുണ്ടാ? ഇതുവരെ നീ ആ നാട്ടിലേക്ക് പോയിട്ടില്ല, കൂടുതൽ ജോലികൾ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് നിനക്കില്ല, നീ എങ്ങനെയാണ് അവിടെ സർവേ ചെയ്യുക? അപ്പൊ അവനാണെങ്കിൽ ആന്റി ഞാൻ പിന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞ് ഫോണ് കട്ടിയാണ്. അതേസമയത്ത് അതേ ട്രെയിനിൽ തന്നെ നമ്മുടെ ജാക്കി ഉണ്ട്. ജാക്കി വീണ്ടും വശത്തില് മെലൺ സീഡ്, പീനട്ട് എന്ന് എന്തോ കാണാപ്പാടം പഠിക്കുന്ന പോലെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത സൈഡിൽ നമ്മൾ കാണുന്നത് ജാക്കി നേരെ മീറ്റ് ചെയ്യാൻ വന്നിട്ടുള്ളത് ഒരു ഡോക്ടറെയാണ്. അപ്പൊ ഡോക്ടറാണെങ്കിൽ എന്തൊക്കെയാ ജാക്കി, കാര്യങ്ങളൊക്കെ ഉഷാറല്ലേ? അപ്പോ ജാക്കിയും എല്ലാം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. അപ്പൊ ഡോക്ടർ, അല്ല ഇന്നത്തെ ഡേറ്റ് ഏതാ, അതുപോലെ ദിവസം ഏതാ? ഇന്ന് ജൂൺ 1 വ്യാഴാഴ്ചയല്ലേ? അപ്പൊ ഡോക്ടർ, ആ കറക്റ്റാല. പിന്നെ ലാസ്റ്റ് ഞാനൊരു 3 വാക്ക് പറഞ്ഞു തന്നിരുന്നില്ലേ? അപ്പൊ ജാക്കിയും ആ മെലൺ സീഡ്, പീനട്ട്. അവസാനത്തെ വാക്കിന് ബുദ്ധിമുട്ടിയപ്പോ ഡോക്ടർ എലിഫന്റ് അല്ലേ? ആ അത് തന്നെ. അപ്പൊ ജാക്കി അത് കാണാപ്പാടം പഠിക്കാൻ നോക്കുകയാണ്. അപ്പൊ ഡോക്ടർ 100 - 7 എത്രയാ? 93. 93 - 5 87. അപ്പൊ ഡോക്ടർ, ആഹാ സൂപ്പറല്ല, ഞാൻ ലാസ്റ്റ് സെഷനിൽ ചോദിച്ച ചോദ്യങ്ങളൊക്കെ അതേപോലെ എഴുതിയെടുത്ത് പ്രൈവറ്റ് ആയിട്ടിരുന്ന് പഠിച്ചിട്ട് വന്നതല്ലേ? അപ്പൊ ജാക്കി ആണെങ്കിൽ, അല്ല ഡോക്ടറെ ഞാൻ ഇപ്പോ ഓർത്ത് പറഞ്ഞതാ. ആഹാ അതെല്ലേ. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ആ ക്ലോക്കിൽ ഒരു സമയമില്ലേ, അത് ഈ ഒരു പേപ്പറിൽ കറക്റ്റ് വരച്ചിട്ട് എഴുത്. ഇത് കുറച്ചുകൂടി സിമ്പിൾ അല്ലേ, നോക്കി എഴുതിയാ പോരെ? അപ്പൊ ജാക്കിയും പിന്നെന്താ അങ്ങനെ വരക്കാൻ നോക്കുമ്പോ ഡോക്ടർ, ഇപ്പൊ പറ ഞാൻ പറഞ്ഞ 3 വാക്കുകൾ ഏതൊക്കെയാ? അപ്പോ നമ്മുടെ ജാക്കിക്ക് അത് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഡോക്ടർ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മെലൺ സീഡ്, പീനട്ട്, എലിഫന്റ്. അതായത് നമ്മുടെ ഹീറോയായ ജാക്കിക്ക് അൽഷിമേഴ്സ് രോഗം ബാധിച്ചിട്ടുണ്ട്. അപ്പൊ പതിയെ പതിയെ പല കാര്യങ്ങളും മറന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്ന് ട്രീറ്റ് ചെയ്യാനാണ് ഇതുപോലെ മെമ്മറി ടിപ്പും മെഡിസിൻസും ജാക്കി കൊടുക്കുന്നത്. എന്നാൽ ജാക്കി ഉടായ്പ് കാണിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഡോക്ടർ വെറുതെ വിടുവോ? അതേ സമയത്ത് നമ്മുടെ സെക്കൻഡ് ഹീറോ ഗുഹാനില്ലേ, അവൻ വന്നിറങ്ങിയത് ജാക്കിയുടെ നാട്ടിലാണ്. അങ്ങനെ ഒരു സൈക്കിൾ എടുത്തിട്ട് ടണലിലൂടെ പോകുമ്പോ ഒരു ബൈക്കാരൻ ഓപ്പോസിറ്റ് വന്ന് അവനെ തട്ടിട്ടിട്ട് പോവാണ്. കാലിപ്പായവനാണെങ്കിൽ നീ എവിടെ നോക്കിയിട്ടാടാ വണ്ടി ഓടിക്കുന്നത്? അപ്പോഴാണ് താഴെ കുറച്ച് പോസ്റ്റേഴ്സ് വീണ് കിടക്കുന്ന കാണുന്നത്. അതിൽ കൊടുത്തിട്ടുള്ളത് ജോലിക്ക് ആളെ ആവശ്യമുണ്ടെന്നാണ്. അപ്പൊ അവൻ പോയി നോക്കുമ്പോ അതൊരു ഗാരേജ് ആണ്. അപ്പൊ അവിടുത്തെ ഓണർ ആണെങ്കിൽ, നിനക്ക് മുൻപ് എന്തെങ്കിലും ജോലി ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉണ്ടോ? ആ ഉണ്ട്, നാട്ടിൽ ഞാൻ കുറെ ജോലികൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓണർ അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് അടുത്ത ഷിഫ്റ്റില് ഇവനെ കയറ്റിക്കോ. അങ്ങനെ ഓണർ ഇരുന്നിട്ട് ചൂത് കളിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഗുഹാനാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് വണ്ടി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഓണറിനോട് ഫ്രണ്ട്
കണ്ടുകൊണ്ട് ചോദിക്കുന്നത്, നീ ഇതുവരെ ഈ പണി നിർത്തിയിട്ടില്ല അല്ലേ? ഇതുപോലെ ഓരോ പൊട്ടന്മാരെ ജോലിക്ക് വെക്കുക, അവന്മാർക്ക് ശമ്പളം കൊടുക്കാതെ അങ്ങനെ പറ്റിച്ച് കൊണ്ടു കിടക്കുക. അപ്പൊ ഓണറാണെങ്കിൽ, അല്ലടാ സത്യമായിട്ട് എന്റെ കൈ കണ്ടില്ലേ, കൈ ചെറുതായിട്ട് ഫ്രാക്ചർ ആയതാ. അപ്പൊ എനിക്ക് ഈ കൈ കൊണ്ട് പണിയെടുക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് ആ പയ്യന് ഞാൻ ജോലി കൊടുത്ത് ശരിക്കും ശമ്പളം കൊടുക്കൂടാ. അപ്പൊ ഫ്രണ്ട്സ് ആണെങ്കിൽ, ഇതിനു മുമ്പ് നീ നിർത്തിയ രണ്ടാൾക്കാരെ നമ്മൾ കണ്ടതല്ലേ, അന്ന് നിനക്ക് കാലിനായിരുന്നല്ലോ പ്രശ്നം, അവസാനം അവരുടെ തൊലി ഊരി പണി എടുപ്പിച്ചടിപ്പിച്ച് ലാസ്റ്റ് അടിച്ചു ഓടിച്ചതല്ലടാ. അപ്പൊ നമ്മുടെ ഹീറോ വർക്ക് ഫിനിഷ് ചെയ്തിട്ട്, അണ്ണാ ഓക്കെ ആയാ? അപ്പൊ ഓണറാണെങ്കിൽ, നിന്റെ പണിയൊക്കെ അടിപൊളിയാട്ടാ. എന്നിട്ട് അവന്റെ ഐഡന്റിറ്റി കാർഡ് വാങ്ങിട്ട്, അല്ലടാ ഇത് ശരിക്കും നീയാ, നിനക്കപ്പൊ നല്ല പ്രായമുണ്ടല്ലേ? അപ്പൊ ഹീറോ ഗുഹാനാണെങ്കിൽ ആ ഒരു പോസ്റ്റർ കാണിച്ചിട്ട്, അല്ല ചേട്ടാ ഈ ഫോട്ടോയിൽ കാണുന്ന ഗാരേജ് അണ്ണൻ്റെതല്ലോ, ഇത് കുറച്ച് ലക്ഷറിയാ. അപ്പൊ ഓണർ ആ ഫോട്ടോ വാങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കോംപ്രമൈസ് ആക്കാം, നിനക്ക് ജോലി തരാം, അതുപോലെ ഈ കാര്യം പുറത്ത് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കണ്ട. അപ്പൊ ഹീറോ, ആയിക്കോട്ടെ, പിന്നെ എനിക്ക് താമസിക്കാനും ഭക്ഷണത്തിനും എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തരുമോ? അപ്പോൾ ഓണർ, പിന്നെന്താ, എനിക്ക് ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ട്, നീ ഒരു മാസം അവിടെ ഫ്രീ ആയിട്ട് സ്റ്റേ ചെയ്തോ. ഇപ്പൊ നിന്റെ വർക്കിൽ ഞാൻ സ്ഥിരപ്പെടുത്തിയിട്ടില്ല, അത് കഴിഞ്ഞ് ഓരോ മാസം 500 രൂപ വെച്ചിട്ട് വാടക ഇനത്തിൽ എനിക്ക് തന്നാൽ മതി. പിന്നെ ഈ ഒരു അപ്പാർട്ട്മെന്റ് ഒക്കെ നോക്കുന്നത് കുറച്ച് പ്രായമായിട്ടുള്ള ഒരാളാ, അയാളൊരു പാവാണ്. പിന്നെ മുകളിലെ നിലയില് ആന്റി സൂ ആണ്, താഴത്തെ നിലയില് ഒരു പെൺകുട്ടിയാ, ഷിയോയി എന്ന് പറഞ്ഞു തീർന്നില്ല. നമ്മുടെ ഹീറോ ആ ഒരു പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടിക്കുകയാണ്. വീട്ടിൽ കയറി കക്കാൻ നോക്കുന്നു. എന്നാൽ അവളാണെങ്കിലേ, അയ്യോ ജാക്കി, ഞാൻ കക്കാൻ വന്നതല്ല, നിങ്ങളുടെ വീട്ടിലൊരു ബൾബ് ഫ്യൂസ് ആയതുകൊണ്ട് അത് മാറ്റി തരാൻ വന്നതാ. അപ്പൊ ഓണറാണെങ്കിലേ, ഹായ് ജാക്കി, ജാക്കി കലിപ്പില് പോടോടെന്ന് പറഞ്ഞിട്ട് വാതിലടച്ച് വീട്ടിന്റെ ഉള്ളിലേക്ക് പോവാണ്. അപ്പോ നമ്മുടെ ഓണറെ കണ്ടപ്പോ ആന്റി ചോദിക്കുന്നുണ്ട്, നമുക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്താലോ? അങ്ങനെ ആ ഒരു വീടിന്റെ ലോക്കില്ലേ പതിയെ തുറന്നിട്ട് ഉള്ളിൽ കയറി ബൾബ് മാറ്റി കൊടുക്കാൻ നോക്കാണ്. അപ്പോഴാണ് ഒരു വാളിന്റെ ശബ്ദം കേൾക്കുന്നത്. നോക്കുമ്പോ നമ്മുടെ ജാക്കിയില്ലേ വീട്ടിൽ കുറെ കള്ളന്മാര് കയറിയെന്ന് കരുതിയിട്ട് പ്രൊട്ടക്ഷന് വാളെടുത്ത് അവരുടെ ഓരോരുത്തരുടെയും നേരേക്ക് പായാണ്. അവരലറി വിളിച്ചിട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. അവസാനം നമ്മുടെ സെക്കൻഡ് ഹീറോ ഗുഹാന്റെ നേരേക്ക് വാളെടുത്ത് വന്ന് അവന് കുത്താൻ നോക്കുമ്പോ അതൊരു ഫേക്ക് നൈഫാണ്, മുറിയൊന്നുമില്ല. എന്നാല് അവിടെ നിന്ന് അവൻ ഓടാൻ നോക്കുമ്പോ നമ്മുടെ ജാക്കി വിടുവോ, വീണ്ടും അവനെ വെട്ടാൻ നോക്കുമ്പോ ഒരു വെയിറ്റ് ലിഫ്റ്റ് പോലെ അവിടെ ഉണ്ടായിരുന്ന ലൈറ്റ് എടുത്തിട്ട് നമ്മുടെ ഗുഹാൻ പൊക്കിയിട്ട് ആ വാള് തടുക്കുമ്പോ നമ്മുടെ ജാക്കിക്ക് എന്തോ ഒരു ഫ്ലാഷ് ബാക്ക് ഓർമ്മ വരികയാണ്. ആ ഒരു കത്തി താഴെയിട്ട് പോകുമ്പോ അതേപോലെ വെയിറ്റ് ലിഫ്റ്റിംഗ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്ന ഒരു സ്റ്റേജ് ഓർമ്മ വരികയാണ്. പെട്ടെന്ന് ജാക്കിയില്ലേ ഗുഹാന്റെ മുഖത്തൊന്ന് കൊടുത്തിട്ട്, നീ തിരിച്ചു വന്നൂല്ലേ? അപ്പൊ അവന് ദേഷ്യം വന്നിട്ട്, ഈ കിളവൻ എന്തിനെ തല്ലിയേ? അപ്പൊ ഓണർ തടുത്തിട്ട്, എടാ അയാള് നിന്നെ ഇൻവൈറ്റ് ചെയ്തതാ, മുഖം അടിച്ചു പൊളിച്ചിട്ടാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്, ഞാൻ പൊട്ടനൊന്നുമല്ല നിങ്ങളുടെ ഇടയിൽ നിൽക്കാന്. അങ്ങനെ ആ പോവാൻ നോക്കുമ്പോ ജാക്കിയില്ലേ, മോനെ നിനക്ക് ഇപ്പോഴെങ്കിലും ഒന്ന് വരാൻ തോന്നിയല്ലോ. അപ്പൊ ഓണറാണെങ്കിൽ, അല്ല നിങ്ങളുടെ മകനാണോ ഇത്? അപ്പൊ നമ്മുടെ ഗുഹാൻ അവിടെ നിന്ന് പോവാൻ നോക്കുമ്പോ ജാക്കി അവനെ പിടിച്ചു വെച്ചിട്ട്, ജുവാൻ നീ പോലടാ. എന്നാൽ അവൻ കൈ തട്ടി പോവാൻ നോക്കുമ്പോ ജാക്കി തെറിച്ച് വീണ് പോവാണ്. അതില് തല നിലത്തടിച്ചിട്ട് ബോധം പോകുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ഡോക്ടർ ചോദിക്കുന്നത്, അല്ല ജാക്കിക്ക് ഫാമിലി റിലേഷൻ ആയിട്ട് ആരുമില്ലേ? അപ്പോൾ നമ്മുടെ ഓണറും അതുപോലെ ആന്റിയും നമ്മുടെ ഹീറോനായിട്ടുള്ള സൂയി ഇല്ലേ, അവളും പറയുന്നുണ്ട്, ഞങ്ങൾ 3 പേരുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഗുഹാൻ അവിടെ നിന്ന് പോവാൻ നോക്കുന്നത്. അപ്പോൾ ഡോക്ടർ കുറച്ച് നാളായിട്ട് ജാക്കിക്ക് എന്തോ ഒരു ട്രോമ അങ്ങനെ വല്ലാതെ അലട്ടുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ അത് അട്രോഫി ആയിട്ട് മാറി അൽഷിമേഴ്സ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ 2ാമത്തെ സ്റ്റേജാണ്, നല്ല സീരിയസ് ആയ കണ്ടീഷനാ. അപ്പോൾ ഓണറാണെങ്കിൽ, ഡോക്ടറെ ചിലപ്പോൾ തെറ്റ് പറ്റിയതാണെങ്കിലോ? അപ്പോൾ ഷോയും ചിലപ്പോൾ ആയിരിക്കും ഡോക്ടറെ, ജാക്കി കുറച്ച് ലേറ്റ് ആയിട്ട് മദ്യപിക്കാറുണ്ട്, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കുമോ? അപ്പോൾ ഡോക്ടർ, ഞാൻ എങ്ങനോട് മദ്യപിക്കരുതെന്ന് പറഞ്ഞാണല്ലോ, ഇപ്പോഴും ഡ്രിങ്ക്സ് കഴിക്കുന്നുണ്ടോ? അപ്പോൾ ആന്റി ആണെങ്കിൽ, അല്ല ഡോക്ടറെ, എന്തെങ്കിലും നല്ല ട്രീറ്റ്മെന്റ് നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഡോക്ടർ, നിലവിൽ ലോകത്തെവിടെയും ഈ ഒരു കണ്ടീഷന് ഇതിൽ കൂടുതൽ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റില്ല. പതിയെ ജാക്കി അദ്ദേഹത്തിന്റെ നല്ല ഓർമ്മകളൊക്കെ മറന്നു തുടങ്ങും. പിന്നെ ഈ ഒരു കണ്ടീഷന് ഒരു പോസിറ്റീവ് ഉണ്ട്, അതായത് പേഷ്യൻസിന് അധികം വേദനയൊന്നും അനുഭവിക്കേണ്ടി വരില്ല. പക്ഷേ പേഷ്യന്റിന്റെ ചുറ്റും ആരാണുള്ളത് അവർ വല്ലാതെ സഫർ ചെയ്യേണ്ടി വരും. അതിന് മനസ്സറിഞ്ഞ് ആർക്കെങ്കിലും പറ്റുമെന്ന് ചോദിച്ചാല് അദ്ദേഹത്തിന്റെ രക്തബന്ധമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കേ കഴിയൂ. അപ്പോഴാണ് നമ്മുടെ ഓണറില്ലേ ജാക്കി മോനെന്ന് വിളിച്ച ജുവാനെ നോക്കുന്നത്. ജുവാനാണെങ്കിൽ അവിടെ നോടി തള്ളാൻ നോക്കുന്നുണ്ട്. അപ്പൊ ഓണർ അവനെ സ്റ്റോപ്പ് ചെയ്തിട്ട്, നീ എങ്ങോട്ടാ ഓടുന്നത്? ആ വയസ്സായ ജാക്കിയല്ലേ, അങ്ങേരെ നീ തള്ളി താഴിട്ടാന്ന് കംപ്ലൈന്റ് സ്റ്റേഷനിൽ കൊടുത്താല് നിന്റെ കാര്യം തീർന്നിട്ടാ. അവനാണെങ്കിൽ അത് സാരില്ല. അപ്പൊ ഓണർ, അല്ലടാ അങ്ങേരെ എഴുന്നേക്കുമ്പോ അവസാനമായിട്ട് മോനായിട്ട് നിന്നെയല്ല കണ്ടേ, ഇനിയിപ്പോ നീ ഇല്ലാതായി കഴിഞ്ഞാല് എങ്ങനെ ഇരിക്കൂടാ? നിനക്ക് ഞാൻ പറഞ്ഞ ശമ്പളം 100 അല്ലേ, 500 തരാം. അവൻ കേൾക്കാതെ പോകുമ്പോ 800 ആക്കി തരാടാ പൈസ എന്ന് കേട്ടപ്പോ അവൻ പതിയെ തിരിഞ്ഞു വന്നിട്ട്, അല്ല ജാക്കിയുടെ മോനെന്തോ ചാമ്പ്യനാന്ന് പറയുന്നുണ്ടായിരുന്നില്ലേ? അപ്പൊ ഓണർ, വെറും ചാമ്പ്യനല്ല, അവൻ വേൾഡ് ചാമ്പ്യനാ. അങ്ങനെ ജാക്കിയുടെ വീട്ടിലെത്തിയപ്പോ തന്റെ മകൻ യുവാന്റെ കുറേയധികം ഫോട്ടോസുകൾ കാണുന്നുണ്ട്. കഴിഞ്ഞ 20 വർഷമായി അവൻ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട്. അപ്പൊ ഗുഹാനാണെങ്കിൽ, അല്ല അതെന്താ അവൻ വരാത്തെ? അതിനെ കുറിച്ചൊന്നും അറിയില്ല. വെയിറ്റ് ലിഫ്റ്റിംഗില് അവൻ ചാമ്പ്യൻ ആയിരുന്നു, അതിനു വേണ്ടിയിട്ട് അവന്റെ അച്ഛൻ കുറെ അവനെ പരിശീലിപ്പിച്ചെടുത്തിട്ടുണ്ട്. അവനിപ്പോ എവിടെയാണ്, എങ്ങനെ ഇരിക്കുന്നു ഒന്നും അറിയില്ല. ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ശേഷം ആ ഒരു ആന്റിയും അതുപോലെ ഹീറോയിൻ സിയോയും
ആ ഒരു വീടൊക്കെ വൃത്തിയാക്കി വെക്കുന്നുണ്ട്. അതേസമയത്ത് ജാക്കിയെ ഡിസ്ചാർജ് ചെയ്തിട്ട് വീടിന്റെ ഉള്ളിലെ റൂമിൽ കിടത്തിയിട്ടുണ്ട്. അവിടെ റെസ്റ്റ് എടുക്കാണ്. അപ്പോൾ ഓണർ നമ്മുടെ ഗുഹാനോട് നിനക്ക് ഞാൻ പൈസ തരാന്ന് പറഞ്ഞില്ലേ, അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ, അപ്പൊ അങ്ങേരുടെ മകനായിട്ട് നീ ഒന്ന് നല്ല വൃത്തിക്ക് അഭിനയിക്ക്. അപ്പോഴാണ് നമ്മുടെ ആന്റി ഇല്ലേ ഒരു ചായ ഉണ്ടാക്കിയിട്ട് ഓണറിന് കൊടുക്കുന്നത്. അങ്ങേരത് കുടിച്ചുകൂടെ എന്തിനു തുപ്പി പോവാണ്. അല്ല ഇത് ചായ അല്ലെങ്കിൽ വല്ല ടോണിക്കുക. അപ്പോഴാണ് നമ്മുടെ ജാക്കി ഇല്ലേ ഡ്രസ്സൊക്കെ മടക്കി വെച്ചിട്ട് പുറത്തേക്ക് വന്നിട്ട് ഗുഹാനോട് ചോദിക്കുന്നത്, അല്ല മോനെ ഇവരൊക്കെ ആരാടാ? അവൻ ബെബെ അടിക്കുമ്പോ ഓണർ പറയുന്നുണ്ട്, അല്ല നിങ്ങളുടെ മകന്റെ കമ്പനിയിലാ ഞാൻ ജോലി ചെയ്യുന്ന ഒരു ലീഡറായിട്ട് വരും. ആഹാ അതെന്തായാലും നന്നായി. അപ്പൊ ഹീറോനെ നോക്കിയിട്ട് അല്ല ഈ പെൺകുട്ടി ഏതാ? അപ്പൊ അവൾ ഓടി വന്നിട്ട് ഗുഹാന്റെ കൈ ചേർത്ത് പിടിച്ച്, ഞാൻ നിങ്ങളുടെ മകന്റെ ഭാര്യ. ആഹാ എന്റെ മരുമോളല്ലേ. അപ്പൊ ആന്റി എന്ത് പറയണമെന്നറിയാതെ തരിച്ചു വെക്കുമ്പോ ഓണർ പറയുന്നുണ്ട്, ഇവര് നിങ്ങളുടെ മരുമകളുടെ അമ്മയാ. അപ്പൊ ഹീറോയിൻ ജോയി ചോദിക്കുന്നുണ്ട്, അല്ല അച്ഛാ കയ്യിൽ എന്താ കുറെ തുണിയൊക്കെ? അതെന്റെ മോന് കടക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് വന്നതാ. അപ്പൊ അവളത് കയ്യിൽ വാങ്ങിയിട്ട് അച്ഛൻ പോയി റെസ്റ്റ് എടുത്തോ, ഞാനേ കാര്യമൊക്കെ കണ്ടറിഞ്ഞ് ചെയ്തോളാം. അങ്ങനെ നമ്മുടെ ഗുഹാനാണെങ്കിൽ ഡ്രസ്സൊക്കെ എടുത്ത് റൂമിലെത്തിയപ്പോ അവളെയും പുറത്താക്കിയിട്ട് റൂമിൽ ഓക്കെയാണ്. അപ്പോഴാണ് ആ റൂമില് ജാക്കിയുടെ മകൻ ഉപയോഗിച്ചിരുന്ന വെയിറ്റ് ലിഫ്റ്റിംഗിന് ഉപയോഗിക്കുന്ന പല സാധനങ്ങളും കാണുന്നത്. അങ്ങനെ ഗുഹാൻ ഒരു ചെറിയ ടിന്നിലാക്കിയിട്ട് ബേഗിൽ എടുത്തിട്ട് വന്നിട്ടുള്ള തന്റെ വല്യമ്മയുടെ ചിതാഭസ്മയില്ലേ അത് കയ്യിലെടുക്കുമ്പോ അവന്റെ വല്യമ്മ പറഞ്ഞ ചില കാര്യങ്ങൾ ഓർക്കാണ്. ചെറുപ്പത്തില് നിന്റെ അച്ഛനും അമ്മയും നിന്നെ വിട്ടുപോയപ്പോ ഞാനും ഒറ്റക്കായി പോയിരുന്നു. അന്ന് എനിക്കും ജീവിക്കാൻ നീ ആയിരുന്നു ഒരു പ്രചോദനം. അപ്പൊ ഹീറോ ആ ഒരു ചിതാഭസ്മം കട്ടിലിന്റെ അടിയിൽ വെച്ചിട്ട് നാളെ തന്നെ വല്യമ്മയുടെ ആഗ്രഹം ഞാൻ നിറവേറ്റി തരാന്ന് മനസ്സിൽ കരുതിയിട്ട് ഉറങ്ങാൻ കിടക്കാണ്. അങ്ങനെ രാവിലെ ഉറക്കത്തിൽ നിന്ന് കാട്ടിൽ നിന്ന് തെന്നി താഴെ വീണപ്പോഴാണ് കാട്ടിന്റെ അടിയിൽ രാത്രി വെച്ച ആ ചിതാഭസ്മത്തിന്റെ ടിൻ അവിടെ കാണുന്നില്ല. നോക്കുമ്പോ നമ്മുടെ ജാക്കിയില്ലേ രാവിലെ തന്നെ ചായ ഉണ്ടാക്കുന്നുണ്ട്. ചിതാഭസ്മം ഇട്ടിട്ട് ചായ നോ എന്ന് പറഞ്ഞിട്ട് അവൻ ചാടിയ ഗ്ലാസ് എടുക്കുമ്പോ വെള്ളം ഒഴിക്കുന്നതിന് മുൻപ് അവൻ ഗ്ലാസ് കയ്യിലാക്കിയിട്ടുണ്ട്. അവൻ അടിച്ചു കുത്തി താഴെ വീണപ്പോ ജാക്കി ചോദിക്കുന്നുണ്ട്, മോനെ നിനക്ക് ഞാൻ ചായ ഉണ്ടാക്കാൻ നോക്കിയതല്ലേ, അതിൽ വെള്ളം ഒഴിച്ചിട്ടടാ. അപ്പോഴാണ് അവൻ ആ പൊടി നക്കി നോക്കുന്നത്. അപ്പൊ അത് പാൽപ്പൊടിയാണ്. അവ വെല്ലുമടി ചിതാഭസ്മം. അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ ജിയോയി ആ ടിന്നെ തട്ടിയിട്ട്, ഇതാണോ നീ തപ്പുന്നേ? അവൻ കലിപ്പിൽ ഓടി വന്നിട്ട്, നിന്നോട് ആരാടി എന്റെ റൂമിൽ കയറിയിട്ട് ഓരോ സാധനങ്ങള് എടുക്കാൻ പറഞ്ഞ? അപ്പൊ ജാക്കി ആണെങ്കിൽ അതുപോലത്തെ ഒരു ടിന്നാണാ, അതിവിടെ കുറേണ്ടടാ, എന്റെ പുറകിൽ വാ ഞാൻ നിനക്ക് എടുത്തുതരാം. അപ്പോഴാണ് ഗുഹാൻ കണ്ണാടി നോക്കുമ്പോ അവന്റെ മീശയുടെ ഒരു ഭാഗം കാണുന്നില്ല. അപ്പൊ കലിപ്പായവൻ ആരാ എന്റെ മീശ പകുതി ഷേവ് ചെയ്തേ? അപ്പൊ ജാക്കിയാണെങ്കിൽ ഒരച്ഛനോട് ഇങ്ങനെയാണോ ഒച്ചത് സംസാരിക്കുക? മീശയും താഴേക്ക് വെച്ചിട്ടാണോ നീ പ്രാക്ടീസിന് പോകുന്നത്? പോയിട്ട് മാറ്റിയിട്ട് വാ, നമുക്ക് ട്രെയിനിങ് തുടങ്ങണം. അപ്പൊ ഗുഹാൻ പോയി നോക്കുമ്പോ അവന്റെ ഡ്രസ്സൊന്നും അവിടെ കാണുന്നില്ല. എന്റെ ഡ്രസ്സൊക്കെ എവിടെ? അപ്പൊ ജാക്കി, ഏത്? ആ നിറച്ച ഓട്ടയുള്ള പാന്റൊക്കെയാ, അതൊക്കെ ഞാനെടുത്ത് പുറത്ത് കളഞ്ഞടാ. പുതിയ കുറച്ച് ഡ്രസ്സ് ഞാനവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ കലിപ്പില് എന്തിനാ എന്നോട് ചോദിക്കാതെ എന്റെ ഡ്രസ്സ് എടുത്ത് കളഞ്ഞത്? അതിന്റെ പോക്കറ്റില് എന്റെ കുറെ സാധനങ്ങളുണ്ട്, ഐഡന്റിറ്റി കാർഡും അഡ്രസ്സും ഒക്കെ. അപ്പോഴാണ് ആ ഒരു വേസ്റ്റ് വണ്ടി തിരിച്ചു പോകുന്നത്. ഗുഹാൻ കാണുന്നത് ജഡ്ഡി ഇട്ടിട്ട് അതിന്റെ പിന്നാലെ ഓടുകയാണ്. അങ്ങനെ ചാടിയ വണ്ടി കയറിയിട്ട് അവന്റെ പേന്റ് തപ്പുമ്പോ അതിലേക്ക് വേറെ വണ്ടിയിൽ നിന്ന് അവന്റെ തലയെ കൂടെ വേറെയും കുറെ വേസ്റ്റ് തട്ടാണ്. അങ്ങനെ നാറയും മണപ്പിച്ച് ചെരുവും പൊട്ടിച്ച് വീട്ടിലേക്ക് കയറിയുമ്പോ ജാക്കി വെയിറ്റ് എടുത്തോണ്ട്, മോനെ നീ വന്നല്ലേ, നമുക്കപ്പോ ട്രെയിനിങ് തുടങ്ങിയാലോ? അവൻ കാലിപ്പില് എന്റെ ഐഡന്റിറ്റി കാർഡും പേഴ്സും എല്ലാം കൊണ്ട് കളഞ്ഞില്ലേ, ഇനി ഇപ്പൊ അതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ പൈസ വീണ്ടും ഞാൻ കുറെ കളയണം. ഒരു മിനിറ്റ് ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ഒരു ബാഗ് എടുത്തിട്ട്, ഇതിലുണ്ടടാ. അപ്പൊ അവൻ എന്റെ ഐഡന്റിറ്റി കാർഡാ. അങ്ങനെ ബാഗിൽ നിന്ന് എടുത്തു നോക്കുമ്പോ അത് ജാക്കിയുടെ ശരിക്കുള്ള മകന്റെ ഐഡന്റിറ്റി കാർഡാണ്. അതിൽ ദേഷ്യം വന്നിട്ട് ഗുഹാന് ആ ഒരു ബാഗ് ദൂരത്തേക്ക് വലിച്ചെറിയുമ്പോ അതില് പാസ്പോർട്ടും അതുപോലെ ഏതോ ബാങ്കിന്റെ പാസ്ബുക്ക് ഒക്കെ തെറിച്ച് ദൂരെ പോയി വീഴുന്നുണ്ട്. അപ്പൊ ജാക്കിയില്ലേ വേഗം പോയിട്ട് ആ ഒരു പാസ്ബുക്ക് എടുത്തിട്ട്, മോനെ നിനക്കൊരു വീട് വാങ്ങണമെന്ന് പറഞ്ഞിരുന്നില്ലേ, അപ്പൊ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പൈസ ഈ പാസ്ബുക്കിൽ അക്കൗണ്ടിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് കേട്ടപ്പോ ഗുഹാന്, ആഹാ പൈസ ഉണ്ടല്ലേ, ഈ അക്കൗണ്ടിലെ ATMന്റെ പാസ്വേഡ് അറിയാം, അതതിന്റെ പിന്നിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ബാങ്കിൽ എത്തിയിട്ട് പൈസ എടുക്കാൻ നോക്കുമ്പോ പാസ്വേഡ് തന്റെ മകന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അത് ആ ഒരു ഐഡന്റിറ്റി കാർഡിലുണ്ടല്ലോ. അപ്പൊ ഉള്ളിൽ നിന്ന് ബാങ്കിലെ എംപ്ലോയി ചോദിക്കുന്നുണ്ട്, എത്ര പൈസയാ വിഡ്രോ ചെയ്യുന്നത്? അപ്പൊ ജാക്കിയോട് ഗുഹാൻ പതിയെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, $30,000. അപ്പൊ ജാക്കി ഗുഹാനോട്, അല്ലടാ എന്തിനാണ് അത്രയും പൈസ ഇപ്പൊ എടുക്കുന്നത്? അപ്പൊ ബാങ്കിലെ എംപ്ലോയീസിന് ചെറിയ സംശയം തോന്നിയപ്പോ മെല്ലെ ഗുഹാൻ പറയുന്നുണ്ട്, അല്ല അച്ഛനോട് ഞാൻ പറഞ്ഞല്ലേ എന്റെ കല്യാണത്തിന് പൈസ വേണമെന്ന്, അപ്പൊ അച്ഛൻ എടുത്തോളാൻ പറഞ്ഞപ്പോ അങ്ങനെ ഞാൻ പറഞ്ഞ. അപ്പോഴാണ് ബാങ്കിലെ ആ ഒരു ലേഡി ചോദിക്കുന്നത്, അല്ല ചേട്ടാ ആ ഒരു പയ്യൻ നിങ്ങൾ ആരാ? അപ്പൊ പെട്ടെന്ന് ഹീറോയ്ക്ക് ബോധം മങ്ങുന്നല്ലോ തോന്നുന്നുണ്ട്. അപ്പൊ ജുവാൻ ആണെങ്കിൽ പറഞ്ഞു കൊടുക്കച്ചാ മോനാന്ന് പറഞ്ഞു കൊടുക്ക്. അപ്പൊ ജാക്കി തിരിഞ്ഞിട്ട്, അല്ല നീ ആരാ, എന്നെ മനസ്സിലായില്ലേ, ഒന്ന് ശരിക്കും നോക്ക്. അപ്പൊ ജാക്കി തരിച്ചു വെക്കുമ്പോ ബാങ്കിലെ ലേഡിയിലെ സെക്യൂരിറ്റി വിളിക്കുന്നുണ്ട്. പണി പാളിയെന്ന് ഉറപ്പായപ്പോ നമ്മുടെ സുഹാൻ അവിടെ ഓടി തള്ളാൻ നോക്കുകയാണ്. അപ്പോ സെക്യൂരിറ്റി ചുറ്റി വളയുന്നുണ്ട്. അപ്പോ ഓരോരുത്തരും തള്ളി തെറിപ്പിച്ചിട്ട് ഹീറോയോട്, ഇപ്പോഴെങ്കിലും പറ ഞാൻ മോനാന്ന്. എന്നാലും ജാക്കി തരിച്ചു നിൽക്കുകയാണ്. അപ്പോ ഓരോ സെക്യൂരിറ്റി ജുവാൻ എടുത്ത് പഞ്ഞു കിടാൻ നോക്കുമ്പോ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് അവരുടെ കയ്യില് സ്റ്റിക്ക് പിടിക്കുന്നുണ്ട്. എന്നിട്ട് ഓരോ സെക്യൂരിറ്റിയെ പൊക്കി എയറിൽ നിർത്തുകയാണ്. അപ്പൊ സെക്യൂരിറ്റി വെച്ചത്തില്, അല്ല സാറേ അത് നിങ്ങളുടെ മകനാണ്. അപ്പൊ ജാക്കി അവനോട് ഓടിപ്പോടാന്ന് പറഞ്ഞിട്ട് അയാളെ താഴെ വെച്ചിട്ട്, അവൻ എന്റെ മോനല്ലെങ്കിൽ പിന്നെ തന്റെ മോനാ. അതേ സമയത്ത് നമ്മുടെ സുഹാനില്ലേ നേരെ ഓർഡർ എടുത്ത് പോയിട്ട്, എന്റെ ഐഡന്റിറ്റി കാർഡും പേഴ്സും എല്ലാം നഷ്ടപ്പെട്ടു, അത് തിരിച്ചിട്ടാൻ എന്തെങ്കിലും വഴി
വഴിയുണ്ടാ, ഈ നാട്ടില് എനിക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പൊ അയാളാണെങ്കിൽ അതിനൊക്കെ വഴി കണ്ടെത്താം, അതൊക്കെ വെറും മെറ്റീരിയൽ അല്ലേ, നീ ഇപ്പോ എങ്ങോട്ടും പോണ്ട, നിന്റെ അച്ഛൻ നിന്നോട് ചെയ്തു പോയതിനൊക്കെ ഞാൻ നിന്നോട് സോറി ചോദിക്കാം. അപ്പൊ സുഹാനും, അല്ല നിങ്ങൾ എന്തിനാ സോറി ചോദിക്കുന്നത്, ഈ നാട്ടിലേക്ക് ഒറ്റത്തടിയായിട്ട് ഞാൻ വന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നട്ടം തിരിഞ്ഞപ്പോ ഈ ഒരു ഷോപ്പ് വെക്കാനും ജീവിതത്തിലൊന്ന് പിടിച്ചു കയറാനും സഹായിച്ചത് ജാക്കി മാത്രമാണ്. ഇപ്പോ ജാക്കിയുടെ ഈ ഒരു കണ്ടീഷനില് ആരുമില്ലാത്ത അവസ്ഥയില് നീ മാത്രമാണ് ജാക്കിക്ക് ഒരു സമാധാനം. ഒറ്റപ്പെടുത്താതിരിക്കാന് ഒന്ന് ശ്രമിച്ചൂടെന്ന് ചോദിക്കുമ്പോൾ അവസാനം ഗുഹാനും സമ്മതിക്കുകയാണ്. അതേ സമയത്ത് നമ്മുടെ ജാക്കിയില്ലേ, തന്റെ മകന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഹീറോയിൻ സിയോയി അവള് വർക്ക് ചെയ്യുന്ന ഷോപ്പിൽ നിന്ന് കുറച്ച് ഡ്രിങ്ക് കൊണ്ടുവന്നിട്ട് ജാക്കിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ജാക്കി ആണെങ്കിൽ, മോളെ എനിക്ക് വേണ്ടിയിട്ട് നീ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡ്രിങ്കിനൊക്കെ പൈസ ചെലവാക്കണം. അപ്പോഴാണ് പുറത്ത് നമ്മുടെ സുഹ വന്ന് നിൽക്കുന്ന കാണുന്നത്. അപ്പൊ ജാക്കി വന്നിട്ട്, മോനെ എനിക്ക് നീ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിയിട്ട് വരുന്ന ചോദിച്ചു തീർന്നില്ല, എന്തോ ഒരു സാധനം നമ്മുടെ ഓവനില് ജാക്കി വെച്ച് മറന്നുപോയിട്ട് എടുക്കാൻ ടൈം കഴിഞ്ഞപ്പോ അത് ബ്ലാസ്റ്റ് ആയി പോവാണ്. അപ്പോൾ ജാക്കി ആണെങ്കിൽ തന്റെ മകനൊന്നും സംഭവിക്കാതിരിക്കാന് അവരെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുമ്പോൾ ഗുഹാനും സോയി ആണെങ്കിൽ അവരുടെ സേഫ്റ്റി നോക്കിയിട്ട് കുനിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ജാക്കിയുടെ പുറത്ത് നല്ലൊരു അടി കിട്ടിയിട്ടുണ്ട്. എന്നാൽ തന്റെ വേദനയോട് ശ്രദ്ധിക്കാതെ ഗുഹാനോട്, മോനെ നീ ഓക്കെ അല്ലേന്ന് അവന്റെ കാര്യമാണ് ശ്രദ്ധിക്കുന്നത്. അതുപോലെ സിയോയി ആണെങ്കിൽ ആ ഒരു കിച്ചൺ ക്ലീൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാണ്. ജാക്കിയുടെ യഥാർത്ഥ സ്നേഹം കണ്ടപ്പോൾ ഗുഹാന്റെ മനസ്സ് വിങ്ങാണ്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ നമ്മുടെ ഗുഹാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഹീറോ വിസിലടിച്ച് എണീപ്പിക്കുകയാണ്. ഇനിയിപ്പോ എന്താ വേണ്ടേ, വാടാ ട്രെയിനിങ്ങിന് പോവാം, 6 മണിയായിട്ടുള്ളൂ, ഞാൻ ഒന്നുകൂടി കിടക്കട്ടെ. അപ്പൊ ഹീറോ അവന്റെ കാല് പിടിച്ച് വലിച്ച് അവനെ പൊക്കിയെടുത്ത് കൊണ്ടുപോവാണ്. എന്നിട്ട് എങ്ങനെയാണ് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യേണ്ടതെന്ന് 2 ടയർ കൊണ്ട് ഡെമോ സെറ്റ് ചെയ്തിട്ട് ജാക്കി കാണിച്ചു കൊടുക്കാണ്. അപ്പൊ ഗുഹാനാണെങ്കിൽ, ഞാൻ നിങ്ങൾ ചെയ്ത പോലെ തന്നെ ചെയ്ത് കാണിച്ചു തരാം, എന്നാൽ എന്നെ കൂട്ടിയിട്ട് ബാങ്കിലേക്ക് പോയിട്ട് എന്റെ പേരിൽ പുതിയൊരു പാസ്ബുക്ക് എടുത്ത് ആ അക്കൗണ്ടിലുള്ള പൈസ ഇല്ലേ എന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരണം. അപ്പൊ ജാക്കിയും ആയിക്കോട്ടെ. അങ്ങനെ ഗുഹാനാണെങ്കിൽ അത് പൊക്കാൻ നോക്കുമ്പോ മുക്കല് മാത്രം നടക്കുന്നുണ്ട്, പോക്കല് നടക്കുന്നില്ല. അപ്പൊ ജാക്കി ചന്തിക്ക് നടനം കൊടുത്തിട്ട്, കാല് നേരെ വെക്കടാ, ഇരുത്തം സ്ട്രേറ്റ് ആക്കടാ, റിസ്റ്റ് നേരെ വെക്കടാ. എന്നാൽ എങ്ങനെ നോക്കിയിട്ട് അവന് പറ്റുന്നില്ല, കിട്ടുന്ന അടിയാണെങ്കിൽ കുറയുന്നുമില്ല. അപ്പൊ അവൻ പകുതി പൊക്കുന്നൂലാക്കിയിട്ട് തളർന്നിട്ട് ബോധം കെട്ടവലെ ഇരുന്നു പോവാണ്. അപ്പൊ ജാക്കി എന്താ പറ്റിയ, കുറച്ച് വെള്ളം. അപ്പൊ ജാക്ക്, ഞാൻ ഗ്ലൂക്കോസ് എടുത്തിട്ട് വരാം. ജാക്കി ഉള്ളിലേക്ക് പോയ ഗ്യാപ്പില് നാടകം മതിയാക്കിയിട്ട് അവൻ അവിടെ നോടി തള്ളുന്നുണ്ട്. ഇനി അവിടെ നിന്ന് കഴിഞ്ഞാല് അച്ഛൻ ഉറപ്പായിട്ടും തൊലി വരും. അങ്ങനെ ഗരേജിലെത്തിയിട്ട് വണ്ടിയുടെ പണി എടുക്കുമ്പോ ജാക്കി അവിടെ വന്നിട്ട്, ട്രെയിനിങ് നീ കംപ്ലീറ്റ് ചെയ്തറാ. അപ്പൊ അവനാണെങ്കിൽ, ഇന്നത്തേതായതാ, എന്നെ ഒന്ന് വെറുതെ വിട്. അങ്ങനെ കാർ എടുത്ത് പോകാൻ നോക്കുമ്പോ ജാക്കി വന്നിട്ട് കാറിലിരിക്കുകയാണ്. ഇനി എന്താ, അല്ല മോനെ നീയല്ലേ നേരത്തെ പറഞ്ഞ ബാങ്കില് നിനക്കൊരു അക്കൗണ്ട് എടുക്കണമെന്നും അതില് പൈസ ഇട്ട് തരണമെന്നും പറഞ്ഞത്. അപ്പൊ അവനാണെങ്കിൽ, പൈസ അല്ലേ, അല്ല എന്റെ ഐഡന്റിറ്റി കാർഡ് എടുത്തിട്ടുണ്ടാ, കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അവിടെ റിപ്പയറിന് വന്ന ആ ഒരു കാറും എടുത്തിട്ട് നേരെ പാഞ്ഞ് ബാങ്കിലേക്ക് എത്താണ്. എന്നിട്ട് ജാക്കിയുടെ കയ്യിൽ നിന്ന് ഐഡന്റിറ്റി കാർഡും വാങ്ങിയിട്ട് കാറിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ അവന്റെ ഫോണ് വണ്ടിയിൽ വീണ് പോകുന്നുണ്ട്. അപ്പോഴാണ് ഓണർ നോക്കുമ്പോ അവിടെ കാറ് കാണുന്നില്ല. ഗുഹാൻ അത് കൊടുത്തിട്ട് എവിടെ പോയെ. അങ്ങനെ അവന്റെ ഫോണിലേക്ക് വിളിക്കുമ്പോ അത് കാറിൽ നിന്നല്ല ഇറങ്ങിയെന്ന്. ഫോൺ റിങ്ങാന്ന് ജാക്കി കാണുന്നുണ്ട്. അത് എടുക്കാൻ നോക്കുമ്പോ അറിയാതെ കാറിന്റെ ഹാൻഡ് ബ്രേക്ക് താന്നു പോവാണ്. അപ്പോ വണ്ടി ബേക്കോട്ട് പോകുമ്പോ നമ്മുടെ ഗുഹാൻ അത് കാണുന്നുണ്ട്. അവൻ ഒച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ട്, ഹാൻഡ് ബ്രേക്ക് ഇട്, വണ്ടി സ്റ്റോപ്പ് ചെയ്യേ. എന്നാല് ജാക്കി ആണെങ്കിൽ ഒന്നും അറിയാത്ത പോലെ ഒരു കുഞ്ഞിനെ പോലെ, എടാ നിന്റെ ഫോൺ റിങ്ങുന്നുണ്ട്, ഞാൻ എടുക്കണ. അങ്ങനെ വീണ്ടും എടുക്കാൻ നോക്കുമ്പോ മ്യൂസിക് പ്ലെയർ ഓൺ ആവാണ്. ഗുഹാൻ എങ്ങനെയൊക്കെയോ ചാടി ആ വണ്ടിയുടെ ഡോറ് പിടിച്ച് സ്റ്റോപ്പ് ചെയ്ത് നോക്കുമ്പോൾ വണ്ടിയുടെ നിൽക്കുന്നു. അവൻ തെറിച്ച് വീണു പോവാണ്. അവസാനം വണ്ടി നേരെ പോയിട്ട് കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു ബിൽഡിങ്ങിലിടിച്ച് വണ്ടി നിൽക്കുകയാണ്. എന്നാൽ അപ്പോഴാണ് ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഒരു വലിയ കമ്പിയിലെ ജാക്കിയുടെ നേരെ വീഴുന്നത്. അത് കണ്ടപ്പോൾ ഗുഹാന് ജാക്കിക്ക് എന്തോ പറ്റിയെന്ന് ഭയം ഓടി വരുമ്പോ ആ ഒരു വണ്ടിയിലെ ആ കമ്പി കുത്തി തറച്ചിട്ടുണ്ട്. പേടിച്ച് ആ കമ്പിയൊക്കെ തട്ടി കളഞ്ഞിട്ട് ഡോറ് തുറന്നു നോക്കുമ്പോൾ ജാക്കിയുടെ മുഖത്തിന്റെ തൊട്ട് മുമ്പിലാണ് ആ കമ്പി വന്ന് നിൽക്കുന്നത്. അപ്പൊ ഗുഹാനാണെങ്കിൽ, അല്ല നിങ്ങൾ എന്താ ഹാൻഡ് ബ്രേക്ക് വലിക്കായിരുന്നേ, അല്ല നിന്റെ ഫോണ് റിങ്ങായപ്പോ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് കോൾ ആണെങ്കിലോ. അപ്പോ അവൻ ദേഷ്യത്തില്, ഞാൻ നിങ്ങൾ ആരുമല്ല, എന്റെ പേര് ഗുഹാൻ എന്നാ. അപ്പൊ ജാക്കി, നീ എന്തിനാ നുണ പറയുന്നേ, നീ പണ്ടും ഇതുപോലെ ചെറിയ കാര്യത്തിനൊക്കെ ദേഷ്യപ്പെടും. ഞാൻ ആരുമില്ലെന്ന് പറഞ്ഞിട്ടല്ലേ നീ ഒരിക്കൽ വീട്ടിൽ നിന്ന് പോയേ. നിനക്ക് ചെറിയ എന്തെങ്കിലും വന്നു കഴിഞ്ഞാല് എനിക്ക് സഹിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ഇമ്പോർട്ടന്റാ എന്റെ ലൈഫിൽ നീ. അത് കേട്ടപ്പോ ഗുഹാന്റെ മനസ്സിൽ തട്ടാണ്. അങ്ങനെ പതിയെ ജാക്കിയെ ആ ഒരു വണ്ടിയിൽ നിന്ന് സേഫായിട്ട് പുറത്തിറക്കിയിട്ട് വാ നമുക്ക് പോവാന്ന് പറഞ്ഞ് ജാക്കിയെ കൂട്ടിക്കൊണ്ടുവന്ന് നോക്കുമ്പോ നമ്മുടെ ഓണറിലെ സങ്കടത്തില് പൊട്ടിപ്പൊളിഞ്ഞ് കാർ അവിടെ നിന്ന് ടോ ചെയ്ത് കൊണ്ടുപോകാൻ നോക്കുകയാണ്. അപ്പൊ നമ്മുടെ ഗുഹാനെ കണ്ടപ്പോ, ഡാ കോപ്പെ, നിന്നോട് ആരാടാ വണ്ടി എടുത്തിട്ട് പോകാൻ പറഞ്ഞ്, എന്നിട്ടിപ്പോ വണ്ടിയുടെ കോലെന്താടാ. അപ്പൊ അവനാണെങ്കിൽ, അത് ഞാൻ ബാങ്ക് പോയപ്പോ വണ്ടി ഹാൻഡ് ബ്രേക്ക് റിലീസ് ആയതാ. അപ്പൊ ജാക്കിയും പറയുന്നുണ്ട്, എന്റെ അടുത്ത് പറ്റിയതാ. ഇനിയിപ്പോ നിങ്ങള് മോനെ രക്ഷിക്കാന് അങ്ങനെയല്ലേ പറയൂ. അപ്പൊ ഗുഹാനോട് ഓണർ, നീ എങ്ങോട്ടാണ് ഓടുന്നേ, അവിടെ നിക്കടാ. അപ്പൊ കലിപ്പായ ഗുഹാന്, എനിക്ക് നിങ്ങളുടെ ജോലിയും വേണ്ട, ഇങ്ങരുടെ മോനായിട്ട് അഭിനയിച്ചാല് പൈസ തരാന്ന് പറഞ്ഞില്ലേ അതും വേണ്ട. അപ്പൊ ഓണർ ആണെങ്കിൽ, നീ എവിടത്തേക്ക് വേണേലും പോടാ, നീ പോയത് നന്നായി. അപ്പൊ ജാക്കി ആണെങ്കിൽ പുറകിൽ ഓടിപ്പോയിട്ട്, മോനെ നീ എങ്ങോട്ടാ പോന്നേ, അവിടെ നിക്കടാ. അപ്പൊ ഓണർ
ഓണറും പറയുന്നുണ്ട് അവൻ നിങ്ങളുടെ മോനൊന്നുമല്ല. പണ്ട് ഒരിക്കൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ട് എന്റെ കയ്യില് മുറിയായ പാട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അങ്ങനെ അത് കാണിച്ചു കൊടുക്കുമ്പോൾ ജാക്കിക്ക് അതൊന്നും ഓർമ്മയില്ല. അങ്ങനെ വീണ്ടും മോനെന്ന് വിളിച്ച് പോകാൻ നോക്കുമ്പോൾ ഓണർ ഓർക്കെ പറയുന്നുണ്ട് നിങ്ങളുടെ മോന് നിങ്ങൾ വിട്ടു പോയതാ, ഇനി ഒരിക്കലും അവൻ തിരിച്ചു വരാൻ പോകുന്നില്ല. അത് കേട്ടപ്പോ കലിപ്പായിട്ട് ജാക്കി ഓണറിന്റെ മുഖത്തൊന്ന് പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് കരഞ്ഞുകൊണ്ട് നീ നോണ പറയല്ലേ. അതേ സമയത്ത് നമ്മുടെ ഗുഹാൻ ജാക്കിയുടെ വീട്ടിൽ വന്നിട്ട് അവന്റെ ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവൻ വന്ന ഒരു ട്രെയിനിൽ ടിക്കറ്റ് ഇല്ലേ അതും കീറിക്കളഞ്ഞ് അവിടുന്ന് തിരിച്ചു പോകാൻ നോക്കുമ്പോഴാണ് തന്റെ മകന് ജാക്കി ഉണ്ടാക്കി വെച്ച ഒരു മീൻ കറി അവൻ കാണുന്നത്. എന്നിട്ടും അവൻ നിൽക്കാതെ അവിടുന്ന് നേരെ എങ്ങോട്ടേക്കോ നടന്നു പോകുന്നുണ്ട്. അതേ സമയത്ത് നമ്മുടെ ജാക്കിയില്ലേ വീട്ടിലെത്തിയപ്പോ എല്ലാ കാര്യങ്ങളും മറന്നു പോയിട്ടുണ്ട്. അപ്പോഴാണ് TV പ്ലേ ആയിട്ട് അതിലൊരു ചാമ്പ്യൻഷിപ്പ് കാണിക്കുന്നത്. അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് തന്റെ മകൻ മത്സരിച്ച ആ ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പില്ലേ അതിന്റെ വീഡിയോ ആണ്. അപ്പോൾ തന്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഗാലറിയില് എല്ലാ ആളുകളും ചൈന എന്ന് വിളിച്ചു പറയുമ്പോൾ ജാക്കിയുടെ മകനില്ലേ ആ സ്റ്റേജിൽ വന്ന് ആ ഒരു ബാറ് പൊക്കാൻ നോക്കാണ്. അപ്പോ ജാക്കിയും ഒച്ചത്തിൽ പറയുന്നുണ്ട് മോനെ നീ തന്നെയാടാ എന്റെ ചാമ്പ്യൻ, അത് മാത്രല്ല നമ്മുടെ രാജ്യത്തിന്റെ ചാമ്പ്യൻ. എന്നാലും പെട്ടെന്നാണ് ജാക്കിക്ക് തന്റെ മനസ്സിനോട് ആരോ മെലൻ സീഡ് പീനട്ട് എന്നൊക്കെ പറഞ്ഞു തരുന്ന പോലെ ആ ജനങ്ങളും അത് തന്നെ വിളിച്ചു പറയുന്ന പോലെ തോന്നുന്നത്. നോക്കുമ്പോ ആ സ്റ്റേജില് തന്റെ മകനെ കാണുന്നില്ല. പെട്ടെന്ന് ഒരു കുഴിയിലേക്ക് തെറിച്ച് വീഴുന്ന പോലെ ഓർമ്മകള് മറഞ്ഞു പോകുന്ന തോന്നാണ്. അപ്പോഴാണ് ജാക്കി ഞെട്ടി എഴുന്നേൽക്കുന്നത്. അപ്പോ തന്റെ മകന് ട്രെയിനിങ് കൊടുക്കേണ്ട സമയമല്ലോ, ചാമ്പ്യൻഷിപ്പിന് അവനെ കൂട്ടിയിട്ട് പോകേണ്ടതല്ലേ. അങ്ങനെ ഓടി വന്ന് മകന്റെ റൂമിൽ നോക്കുമ്പോൾ അവിടെ അവനെ കാണുന്നില്ല. അപ്പോഴാണ് ആ റൂമില് ഗുഹാൻ പോകുന്നതിന് മുൻപ് ട്രെയിൻ ടിക്കറ്റ് കീറി കളഞ്ഞിരുന്നില്ലേ ആ ഒരു കീറിയ പീസുകളൊക്കെ ജാക്കി എടുത്തു നോക്കുന്നത്. അങ്ങനെ ആ ഒരു ട്രെയിനിന്റെ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അതേ സമയത്ത് നമ്മുടെ ഗുഹാന്റെ കയ്യിലാണെങ്കിൽ ഒരു രൂപ പോലും ഇല്ലല്ലോ. ഭക്ഷണം കഴിക്കാനും പൈസ ഇല്ല, എങ്ങോട്ടെങ്കിലും പോകാനോ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാനോ ഒരു ഉറപ്പില്ല. അപ്പൊ എന്തെങ്കിലും ജോലി തേടിക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടിയിലെ കൺസ്ട്രക്ഷൻ ജോലിക്ക് കുറേയധികം ആളുകൾ കൊണ്ടുപോകാൻ ഒരു ടീം വരുന്നുണ്ട്. അങ്ങനെ അവരുടെ കൂടെ ഗുഹാൻ പോവാണ്. അതേ സമയത്ത് നമ്മുടെ ആന്റിയും ഹീറോയിൻ സിയോയും ഇല്ലേ നമ്മുടെ ജാക്കിയെ വീട്ടിൽ നോക്കിയിട്ട് കണ്ടില്ല. എവിടെയാ പോയ എന്താ പറ്റിയെന്നറിയാതെ ടൗണില് തെരുവിലൊക്കെ തേടി അലയാണ്. അതേ സമയത്ത് നമ്മുടെ ജാക്കിയില്ലേ ഗുഹാൻ വന്നെന്ന് കരുതിയിട്ട് പോയിരിക്കുന്നത് വർക്കിംഗ് പോലും അല്ലാത്ത ഒരു റെയിൽവേ സ്റ്റേഷൻ മുമ്പിലാണ്. ആ കാഴ്ച ഒരു സെക്യൂരിറ്റി കണ്ടപ്പോ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ കൊടയെടുത്തിട്ട് ഈ ഒരു സ്റ്റേഷൻ വർക്കിംഗിലല്ല, നിങ്ങൾ ആരെ കാത്തിരുന്നാലും ഇവിടെ ആരും വരാൻ പോകുന്നില്ല. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ജിയോയി വരുന്നത്. ആ ഓഫീസറോട് നിങ്ങൾ പോയിക്കോ, ഇനി ഞങ്ങൾ നോക്കിക്കോളാം. അപ്പോൾ ആന്റിയും നമ്മുടെ ഓണർ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ജാക്കി നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നേ? അതേ സമയത്ത് ഗുഹാനിലെ കൺസ്ട്രക്ഷൻ ജോലിക്ക് പോയതല്ലേ, നല്ല കഷ്ടപ്പെട്ടുകൊണ്ട് ആ ഒരു ജോലി ചെയ്യാണ്. ജോലി കഴിഞ്ഞപ്പോ മാനേജർ ഇനി എല്ലാരും ഐഡന്റിറ്റി കാർഡായിട്ട് വന്നിട്ട് ഇന്നത്തെ ശമ്പളം വാങ്ങിക്കോ. എന്നാല് ഗുഹാന്റെ കയ്യില് ഐഡന്റിറ്റി കാർഡ് ഇല്ലല്ലോ, ഞാൻ ഇന്നൊരു ദിവസം വന്നിട്ട് രജിസ്റ്റർ ചെയ്താൽ മതിയോ? ഇന്നെടുത്ത പണിക്കുള്ള ശമ്പളം ഇന്ന് തരുമോ? അതേ സമയത്ത് ജാക്കി അവരോട് പറഞ്ഞിട്ടുണ്ട് എന്റെ മോന് ടിക്കറ്റ് എടുത്തിട്ട് ഇതിലെ എങ്ങോട്ട് പോകാൻ ഇറങ്ങിയതാ. അത് കണ്ടപ്പോ ഓണർ ആണെങ്കിലേ ടിക്കറ്റിലെ സ്ഥലം നോക്കുമ്പോ ഇതിലൊന്നും ട്രെയിൻ പോലും വരുന്നില്ല, അവൻ വേറെ എങ്ങോട്ടോ പോയതെന്ന് പറഞ്ഞ് ആ ടിക്കറ്റ് നിലത്തിടുകയാണ്. അപ്പൊ ജാക്കി നിലത്ത് വീണ് ആ ഒരു ടിക്കറ്റ് എടുത്തിട്ട് അവന്റെ കയ്യിൽ ടിക്കറ്റ് ഇല്ലെങ്കിൽ അവന് വരാൻ പറ്റില്ല. അപ്പൊ ഓണർ ആണെങ്കിലേ നിങ്ങളുടെ മോന് ഇനി ഒരിക്കലും വരാൻ പോകുന്നില്ല, നിങ്ങൾ ഒറ്റക്കായിട്ട് അവൻ പോയതാ. അപ്പൊ ആന്റിയും പറഞ്ഞിട്ട് വാ നമുക്ക് വീട്ടിലേക്ക് പോവാം. എന്നാലും ജാക്കി ഞാൻ എങ്ങോട്ടുമില്ല. അതേ സമയത്ത് നമ്മുടെ ഗുഹാന് ഇന്നത്തെ ശമ്പളം വാങ്ങാന് അവരോട് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അവരവനെ അടിച്ച് താടിട്ടിട്ട് ഇനി പ്രശ്നം ഉണ്ടാക്കിയാല് ഞങ്ങൾ പോലീസിനെ വിളിക്കും. അപ്പോഴാണ് നമ്മുടെ ഗുഹാനിലെ അവന്റെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അതില് ജാക്കി ആണെങ്കിലേ തെരുവില് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ്. അതില് എന്റെ മോന് എന്നെ വിട്ട് എങ്ങോട്ടും പോവില്ല, അവൻ എന്റെ അടുത്തേക്ക് തന്നെ വരും, അതുവരെ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും വരുന്നില്ല എന്ന് സങ്കടത്തില് പറയുന്നത് ഗുഹാൻ കണ്ടപ്പോ അവന്റെ ഉള്ളില് അവന്റെ അച്ഛൻ ആ ഒരു കാറിൽ ആക്സിഡന്റ് പറ്റിയപ്പോ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്റെ മകനായ നീയാന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഒരിക്കൽ ഓവൻ പൊട്ടിത്തെറിച്ചപ്പോ തന്റെ ഹെൽത്ത് പോലും നോക്കാതെ അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചില്ലേ. അപ്പോ അവന്റെ മനസ്സിളകാണ്. അതേ സമയത്ത് ജാക്കി ആണെങ്കിലേ തന്റെ മകന്റെ പേരെഴുതിയ ഒരു ബോർഡും പിടിച്ച് ഇനി ആരൊക്കെ എന്നെ കൊണ്ടുപോകാൻ ശ്രമിച്ചാലും ഇവിടുന്ന് എങ്ങോട്ടും അനങ്ങില്ല എന്ന് പിടിവാശി പിടിച്ച് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ഗുഹാൻ തിരിച്ചു വരുന്നത്. അങ്ങനെ അന്ന് രാത്രി എല്ലാരും വീട്ടിലെത്തിയിട്ട് ഡ്രിങ്ക്സ് കഴിച്ച് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ജാക്കിക്ക് ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സ് എടുത്തു കൊടുക്കാണ്. അപ്പോഴാണ് ടിവിയിലില്ലേ ഇപ്പോഴത്തെ വേൾഡ് ചാമ്പ്യൻഷിപ്പിലെ ചൈന തോറ്റതായിട്ട് അവരെല്ലാരും കാണുന്നത്. അങ്ങനെ അടുത്ത ദിവസം മുതൽ തന്നെ രാവിലെ നമ്മുടെ ഗുഹാൻ എഴുന്നേൽപ്പിച്ച് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ ചെറിയ ചെറിയ വെയിറ്റുകളൊക്കെ പതിയെ എടുപ്പിച്ച് അവസാനം കുറച്ചു മുമ്പ് 2 ടയർ കൊണ്ട് ഉണ്ടാക്കിയ കുറച്ച് ഹെവി ആയിട്ടൊരു വെയിറ്റ് ഉണ്ടായിരുന്നില്ലേ, അതവന് പൊക്കാൻ പറ്റിയിരുന്നില്ലല്ലോ. ഇപ്പോ അതുവരെ അവൻ പൊക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ് ആയിട്ട് ഫോമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ഗുഹാന് തന്നെ അവന്റെ ഇമ്പ്രൂവ്മെന്റ് കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കുറെ നാൾ മുമ്പ് അവന്റെ ഐഡന്റിറ്റി കാർഡ് കാണാതെ പോയിരുന്നില്ലേ, അതിനെ അപ്ലൈ ചെയ്തിരുന്നു. അങ്ങനെ പുതിയ കാർഡ് കിട്ടുകയാണ്. എന്നാൽ അപ്പോഴാണ് ഒരു കോള് വരുന്നത്. നോക്കുമ്പോ നമ്മുടെ ഓണർ ഇല്ലേ അങ്ങേരാണ്. എടാ നീ ഇത് എവിടെയുള്ളേ? നമ്മുടെ ഷോപ്പിന് തീ പിടിച്ചടാ. കേട്ടുടൻ തന്നെ അവൻ
പാഞ്ഞോടി വരുമ്പോ നമ്മുടെ ജാക്കിയിലെ കയ്യിലൊരു കേക്കും പിടിച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് അവനെ കാത്തു നിൽക്കുന്നുണ്ട്. അതായത് ഇന്ന് ജാക്കിയുടെ യഥാർത്ഥ മകന്റെ ബർത്ത്ഡേ ആണ്. അപ്പോ നമ്മുടെ ഹീറോയിനും ആന്റിയും ഓണറും എല്ലാരും ചുറ്റിന്ന് അവനെ വിഷ് ചെയ്യുമ്പോ അവന് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോ അവൻ പറയുന്നുണ്ട്, ഇതെന്റെ ജീവിതത്തില് ആദ്യമായിട്ടാ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെ രാത്രിയായപ്പോ ഒരു കിടിലൻ പാർട്ടി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓണറും നമ്മുടെ ഗുഹാനും കൂടി മൈക്കെടുത്ത് പാട്ടും പാടി എൻജോയ് ചെയ്യാണ്. അവസാനം നമ്മുടെ ഓണറില്ലേ ജാക്കിക്ക് മൈക്ക് കൊടുത്തിട്ട് 2 വരി പാട്ട് പാടുന്ന്. അപ്പൊ ജാക്കി, എനിക്ക് പാട്ട് പാടാൻ അറിയില്ല, എന്നാല് 2 വരി ചില മെമ്മറീസ് ഞാൻ ഷെയർ ചെയ്യാം. ഓരോ വർഷവും എന്റെ മോന് നീ തിരിച്ചു വരുന്നുണ്ടോന്ന് ഞാൻ കാത്തിരിക്കും. നമുക്ക് ഒന്നിച്ച് നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ. നീ ആദ്യമായിട്ട് ഒരു മെഡൽ വാങ്ങിയ അന്നാണ് നിനക്ക് വേണ്ടി അച്ഛൻ്റെ കേക്ക് വാങ്ങിയത്. എന്നാല് അത് സെലിബ്രേറ്റ് ചെയ്യാൻ പോലും നീ ഉണ്ടായിരുന്നില്ല. നീ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോ ഓരോ വർഷവും നിന്റെ ബർത്ത്ഡേ വരുമ്പോ സ്വന്തമായി ഓരോ കേക്ക് വാങ്ങി നീ ഒരിക്കൽ എനിക്ക് വാങ്ങി തന്ന ആ ഡ്രസ്സ് ഇട്ടിട്ട് നിന്നെ ഞാൻ കാത്തിരിക്കുമായിരുന്നു. എന്നാല് ഇത്രയും വർഷം നീ എന്റെ അരികിലില്ലാത്ത ആ ഒരു സങ്കടം ഇപ്പോഴെങ്കിലും എനിക്ക് മാറിയല്ലോ, നീ വന്നല്ലോ. അങ്ങനെ തന്റെ മകനെ ജാക്കി ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യാണ്. അപ്പോ ഗുഹാനും തന്റെ ബർത്ത്ഡേ എല്ലാരും കൂടി സെലിബ്രേറ്റ് ചെയ്തില്ലേ, അവരോടൊക്കെ താങ്ക്സ് പറയാണ്. ഇപ്പോ അവരെല്ലാരും ഒരു ഫാമിലി ആയില്ലേ. അങ്ങനെ അവര് സെലിബ്രേറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഹീറോയിൻ ജിയോയ്ക്ക് ഒരു കോള് വരുന്നത്. അവളുടെ അച്ഛനാണ് അക്കൗണ്ടിലേക്ക് കുറച്ച് പൈസ ഇടാൻ വേണ്ടി വിളിച്ചാണ്. അപ്പൊ അവളാണെങ്കിൽ എന്തെങ്കിലും എന്നെ സ്നേഹത്തോടെ നിങ്ങൾ മോളിൽ നിന്ന് വിളിച്ചിട്ടുണ്ടോ, ഞാനെന്താ നിങ്ങളുടെ ATM? അങ്ങനെ ഫോണ് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഓണറും ഗുഹാനും വന്നിട്ട് അവളെ സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ കൂട്ടിലുണ്ടായിരുന്ന ഒരു കിളിയില്ലേ നമ്മുടെ ഓണർ തുറന്നു വിടുകയാണ്. അങ്ങനെ അടുത്ത ദിവസം ജാക്കി രാവിലെ തന്നെ ഗുഹാനെ കൂട്ടിയിട്ട് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവസാനം ഓടി തളർന്നിട്ട് ഗുഹാന് റെസ്റ്റ് എടുക്കാതിരിക്കുമ്പോൾ ഒരു പെൺകുട്ടി വെള്ളത്തിൽ വീഴാണ്. അത് കണ്ടപ്പോൾ ഗുഹാന് അവളെ രക്ഷിക്കാൻ ചാടുമ്പോൾ ആ കാഴ്ചയുടെ ജാക്കി തന്റെ മകനെ രക്ഷിക്കാൻ പിന്നാലെ ചാടുകയാണ്. അപ്പോൾ രണ്ടുപേരും കൂടി ആ കുട്ടിയെ രക്ഷിച്ചിട്ട് പുറത്തുവരും നോക്കുമ്പോൾ അവസാനം ആ കുട്ടിയെ കൊണ്ടിരുന്നത് ഗുഹാനില്ലേ, അവൻ മാത്രമാണ്. നമ്മുടെ ഹീറോ ജാക്കിയെ കാണുന്നില്ല. നോക്കുമ്പോൾ ജാക്കി വെള്ളത്തിന്റെ അടിയിലേക്ക് മുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം എങ്ങനെയോ രക്ഷപ്പെടുത്തിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ICUയിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ ആന്റി പറയുന്നുണ്ട്, നീ എന്താണ് അങ്ങേരെ ചെയ്തേ, അങ്ങേർക്ക് നീന്താൻ പോലും അറിയില്ല. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ഓണർ വരുന്നത്. എന്താ പറ്റിയേ? അങ്ങനെ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ഓണർ ആണെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ വരുമ്പോൾ ഇപ്പോ എങ്ങനെയുണ്ട്, ഇപ്പൊ പേടിക്കാനൊന്നുമില്ല, ആ ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ ഓവർകം ചെയ്തിട്ടുണ്ട്, ഇനി നിങ്ങൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് നല്ല രീതിയിൽ തന്നെ ടേക്ക് കെയർ ചെയ്താൽ മതി. അങ്ങനെ ആന്റിയും എല്ലാവരും റൂമിലേക്ക് എത്തിയിട്ട് ജാക്കിയോട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അങ്ങേർക്ക് ആരും ഓർമ്മയില്ല. അങ്ങേര് ഇപ്പോഴും പറയുന്നത് ആ ചാമ്പ്യൻഷിപ്പ് അതെന്തായി, അവന്റെ ഫുഡ് ശ്രദ്ധിക്കാനോണ്ട് പറഞ്ഞതാ. അങ്ങനെ ശരീരത്തിൽ ഘടിപ്പിച്ച ആ ഒരു ട്യൂബൊക്കെ പിടിച്ചു പറിക്കാൻ നോക്കുമ്പോൾ നമ്മുടെ ആൾക്കാരില്ലേ ജാക്കിയെ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കാണ്. അപ്പൊ ജാക്കി, നിങ്ങളെ ആരും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, നിങ്ങളൊക്കെ ഇവിടെ എന്താ ചെയ്യുന്നത്, എന്റെ മോനെവിടെ? അപ്പൊ ഗുഹാനാണെങ്കിൽ ഞാനിവിടെ ഉണ്ട്. അങ്ങനെ ജാക്കിയുടെ അരികിലാ നോക്കുമ്പോൾ ജാക്കി, നീ എന്റെ മോനൊന്നുമല്ല, നിന്നെ എനിക്ക് അറിയില്ല, ശരിക്കും നോക്കി നോക്ക്. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും ജാക്കിക്ക് ഇപ്പോ അവന് മോനായിട്ട് കാണാൻ പറ്റുന്നില്ല. അങ്ങനെ നൈറ്റ് തന്നെ ജാക്കിയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് അവർ കൂട്ടിക്കൊണ്ടുവരികയാണ്. അങ്ങനെ അടുത്ത ദിവസം ഗുഹാൻ ജാക്കിയോട് ഇപ്പോഴെങ്കിലും എന്നെ ഓർമ്മയുണ്ടോ, ഞാൻ നിങ്ങളുടെ മകനല്ലേ? എന്നാലും ജാക്കി, എനിക്ക് ഓർമ്മയില്ല. എന്നിട്ട് അവിടെ ടേബിളിന്റെ പുറത്തുണ്ടായിരുന്ന ചില ഫ്രൂട്ട്സിന്റെ ചിത്രമുണ്ട്, ആ ചിത്രം പിടിച്ച് പറിച്ച് കഴിക്കാൻ നോക്കുകയാണ്. അതായത് റിയൽ ഏതാണ് പിക്ചർ ഏതാന്ന് പോലും അറിയാത്തൊരു കണ്ടീഷൻ. അത്രത്തോളം അസുഖം വോഴ്സായി തുടങ്ങി. എന്നിട്ട് ജാക്കിയാണെങ്കിൽ എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. അപ്പൊ ആന്റി, ഞാൻ ഇപ്പൊ തന്നെ ഭക്ഷണം എടുത്തിട്ട് വരാം. അപ്പൊ അവര് ചോദിക്കുന്നുണ്ട്, അല്ല അച്ഛനല്ലേ ഇപ്പൊ ഭക്ഷണം കഴിച്ചേ? അപ്പൊ ദേഷ്യത്തിൽ ജാക്കി, നിങ്ങളൊക്കെ എന്നോട് നുണ പറയാ, ഞാനൊന്നും കഴിച്ചിട്ടില്ല, നിങ്ങളൊക്കെ നുണയന്മാരാ. അങ്ങനെ ജാക്കി അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ ഗുഹാനും നമ്മുടെ ഹീറോയും ജാക്കിയെ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കിയിട്ട്, ആന്റി അവര് ഭക്ഷണം എടുക്കുന്നുണ്ട് പോലെ. എന്നാൽ അപ്പോഴേക്കും ജാക്കി അറിയാതെയില്ലേ തന്റെ പാന്റിലെ ഒന്നിന് പോയിട്ടുണ്ട്. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ജാക്കിയെ വിട്ടുകൊടുക്കാതെ ഒരു കുടുംബം പോലെ ടേക്ക് കെയർ ചെയ്യാനേ അവര് 4 പേരും തീരുമാനിക്കുകയാണ്. അങ്ങനെ രാത്രിയായപ്പോ ജാക്കി എഴുന്നേറ്റ് വരുമ്പോഴാണ് ഒരു പഴയ വിസിറ്റിംഗ് കാർഡ് കിട്ടുന്നത്. അത് ജാക്കിയുടെ കോച്ചിന്റെ തരുന്നു. അടുത്ത ദിവസം ഗുഹ നോക്കുമ്പോൾ വീട്ടിൽ ജാക്കിയെ കാണുന്നില്ല. ഓടി വന്ന ആന്റിയോട് കാര്യം പറയുന്നുണ്ട്. അതേ സമയത്ത് ജാക്കിയില്ലേ ഇപ്പോ നല്ല രീതിയില് പ്രായമായിട്ട് വയ്യാതായ തന്റെ കോച്ചിനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് വന്നതാണ്. അപ്പോ കോച്ച് ചോദിക്കുന്നുണ്ട്, കുറെ വർഷമായല്ലോ നമ്മൾ കണ്ടിട്ട്, പണ്ടൊക്കെ ഞാൻ എങ്ങനെ നടന്നാടാ, ഇപ്പൊ എന്റെ കണ്ടീഷൻ കണ്ടില്ലേ, മര്യാദക്കൊന്ന് നടക്കാൻ പോലും പറ്റില്ല, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഓക്കെ അല്ലേ? അപ്പൊ ജാക്കി ആണെങ്കില് കോച്ചിന് പ്രശ്നം പുറത്താണെങ്കില് എന്റെ പ്രശ്നം മൈൻഡിന്റെ ഉള്ളിലാ. പതിയെ എന്റെ പഴയ ഓർമ്മകളൊക്കെ ഞാൻ മറന്നുപോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ നല്ല ഓർമ്മകളിലെങ്കിലും സമാധാനം കണ്ടെത്തി ജീവിക്കാൻ പറ്റുമല്ലോ. എനിക്ക് ഈ ഒരു കണ്ടീഷൻ വന്നത് എങ്ങനെയാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് നമ്മുടെ ഗുഹാനും അതുപോലെ ആന്റിയും ജാക്കിയെ തേടി ഇറങ്ങിയിട്ട് അവസാനം കണ്ടെത്തുന്നത്. എന്നിട്ട് വാ നമുക്ക് വീട്ടിലേക്ക് പോവാം. എന്നാലും ജാക്കി, ഏത് വീട്, എനിക്ക് നിങ്ങളെയൊന്നും ഓർമ്മയില്ല. അങ്ങനെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അവരുടെ പഴയ മെമ്മറിയിലുള്ള ട്രെയിനിങ് സെന്ററാന്ന് കരുതിയിട്ട് ഹോസ്പിറ്റലിൽ കയറിപ്പോ നോക്കുമ്പോൾ നമ്മുടെ ഓണർ വന്നിട്ട്, ജാക്കി നിങ്ങളിത് എങ്ങോട്ടാ പോകുന്നേ? അപ്പൊ ഓണറോട്, നീലടാ പണ്ടെന്റെ വെയിറ്റ് പ്ലേറ്റ്സ് കട്ടിട്ട് പോയത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ഞാനൊന്നുമല്ല, വാ നമുക്ക് വീട്ടിലേക്ക് പോവാം, നിങ്ങളൊന്നും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞില്ലേ, ഞാൻ ട്രെയിൻ ചെയ്യട്ടെ. അപ്പോഴാണ് നമ്മുടെ ഗുഹാനിലെ
എന്നെ അച്ഛൻ ഓർമ്മയില്ലേ? ഞാൻ നിങ്ങളുടെ മകനല്ലേ? അപ്പൊ ജാക്കി, നീ എന്റെ മകനോ? നിന്നെ എനിക്ക് ഓർമ്മയുണ്ട്. നിന്റെ പേര് ഗുഹാൻ എന്നല്ലേ? ഒരിക്കൽ നീ എന്റെ കൂടെ ബാങ്കിലേക്ക് വന്നിരുന്നു എന്റെ മകന്റെ പൈസ അടിച്ചു മാറ്റാനെ. നീ മകനായിട്ട് അഭിനയിക്കുന്നതും പൈസക്ക് വേണ്ടിയിട്ടായിരിക്കും അല്ലേ? അപ്പോഴാണ് ഓണർ ഗുഹാൻ ജാക്കിയുടെ പൈസ അടിച്ചു മാറ്റാന് ബാങ്കിലേക്ക് പോയ കാര്യം അറിയുന്നത്. എന്താടാ കേൾക്കുന്നത്? അവസാനം നിന്റെ സ്വഭാവം എന്താണെന്ന് നീ കാണിച്ചല്ലേ? നിനക്ക് നാണില്ലേ പ്രായമായിട്ടുള്ള അങ്ങേരെ പറ്റിച്ച് ആ പൈസ കയ്യിലാക്കാൻ നോക്കാന്? അപ്പോ ആന്റിയും ജിയും പറയുന്നുണ്ട്, അത് അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് പൈസയായിരുന്നു. നീ ഞങ്ങളെ കാണുന്നില്ലേ? ഞങ്ങൾക്ക് ആ വീട്ടിലും എല്ലായിടത്തും ഫുൾ സ്വാതന്ത്ര്യമുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു നയാ പൈസ ഞങ്ങൾ കയ്യിലാക്കാൻ നോക്കിയോ? മനുഷ്യനാവണടാ ആദ്യം. അപ്പൊ ഗുഹാനാണെങ്കിൽ, നിങ്ങളൊക്കെ എന്നെ എന്താ കരുതിയിരിക്കുന്നത്? വെറും കള്ളനും ചതിയനും എന്നാ നിങ്ങളൊക്കെ ആരാ? എന്നിട്ട് ഓണറോട്, നിങ്ങൾക്ക് ജാക്കി ഗാരേജ് ഉണ്ടാക്കാന് പൈസ തന്നിരുന്നില്ലേ? എന്നിട്ട് ഇതുവരെ ആ പൈസ താൻ തിരിച്ചു കൊടുത്തിനോടോ? എന്നിട്ട് ഹീറോനോട്, നീ ഇടക്കിടക്ക് ഓരോ ജ്യൂസ് നിന്റെ കമ്പനിയിലെ പ്രൊഡക്റ്റ് ജാക്കി കൊണ്ട് കൊടുക്കാറില്ലേ? എന്നിട്ട് അതിന്റെ പൈസയും വാങ്ങാറില്ലേ? അതുപോലെ ജാക്കി എന്റെ ബർത്ത്ഡേക്ക് സെലിബ്രേഷന് കേക്കും പൈസയൊക്കെ ചെലവാക്കിയിട്ട് അവസാനം ഒരു ഇല്ലന്റില് കുറച്ച് പൈസ എന്റെ ഏൽപ്പിച്ചിരുന്നു. ഇതുവരെ അതിൽ നിന്ന് ഒരു നയാ പൈസ ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ അവൻ ആ ഇല്ലന്റിലെ പൈസ അവിടെ വലിച്ചെറിഞ്ഞു കൊടുത്തിട്ട്, എടുത്തോ നിങ്ങളൊക്കെ എടുത്തു എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോവാണ്. എന്നാല് ആ കാഴ്ചയൊക്കെ തരിച്ച് കണ്ടുകൊണ്ടിരുന്ന ജാക്കിക്ക് എന്താ മറുത്ത് പറയേണ്ടതെന്ന് അറിയുന്നില്ല. അങ്ങനെ വീണ്ടും തന്റെ കോച്ച് ഉണ്ടായിരുന്ന ആ ഹോസ്പിറ്റലിലേക്ക് തന്നെ കയറിപ്പോവാണ്. അങ്ങനെ 4 പേരും 4 വഴിക്കായില്ലേ? അടുത്ത ദിവസമായപ്പോ ആ ഒരു വയ്യാതായിരുന്ന കോച്ചില്ലേ, അങ്ങേര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോ അങ്ങേരുടെ ബോഡി കണ്ടപ്പോ ജാക്കിക്ക് കൺട്രോൾ നഷ്ടപ്പെട്ട് പൊട്ടി കരയുന്ന കണ്ടപ്പോ അവര് 4 പേരും ജാക്കിയെ സമാധാനിപ്പിക്കാൻ നോക്കുകയാണ്. എന്നാല് വല്ലാതെ തളർന്ന് ബോധം പോയിട്ടുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാണ്. ഇതൊന്നും അറിയാതെ ഗുഹാന് അവിടുന്ന് പോയിട്ട് ഒരു ഹോട്ടലിൽ ജോലിക്ക് കയറിയതായിരുന്നു. അപ്പോ ജാക്കിക്ക് വയ്യാതായ കാര്യം ഗുഹാനെ വിളിച്ചറിയിക്കുമ്പോൾ അവനും ഓടി ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. അപ്പോൾ ഡോക്ടർ ആണെങ്കിൽ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ നോക്കിയിട്ടും ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അവര് 4 പേരും പറയുന്നുണ്ട്, ഇനി ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് നോക്കിക്കോളാം. അങ്ങനെ അവർ ഓരോരുത്തരും വീട്ടിലെ ഓരോ പണികൾ ഷെയർ ചെയ്യാണ്. അപ്പോഴാണ് നമ്മുടെ സെക്കൻഡ് ഹീറോയ ഗുഹാനെ ഡോക്ടർ വിളിച്ചിട്ട്, ഞങ്ങളെ ഓർമ്മപ്പെടുത്താൻ നോക്കിയിട്ടും അച്ഛൻ ഓർമ്മ കിട്ടുന്നില്ല, എന്തെങ്കിലും വഴിയുണ്ടോ ഓർമ്മ തിരിച്ചു കിട്ടാനായിട്ട്? അപ്പോൾ ഡോക്ടറെ, മെഡിക്കൽ തിയറിയില് നമുക്ക് അൾസൈമർ രോഗം ഇത്രത്തോളം വോഴ്സ് ആയി കഴിഞ്ഞാല് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് ജാക്കിയിലെ ടിവിയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നപ്പോ കട്ടിന്റെ ഇടയിലുള്ള ഒരു കേസറ്റിനെ കുറിച്ച് ഓർത്തിട്ട് ചാടി താഴെ ഇറങ്ങി അത് തപ്പിയെടുക്കാൻ നോക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, അതെടുത്ത് ദൂരക്കള, എനിക്കത് കാണണ്ട, എടുത്ത് കള. അങ്ങനെ അലറി വിളിക്കുമ്പോ പതിയെ ജാക്കിയെ കാമാക്കിയിട്ട് അവര് ആ കേസറ്റിൽ എന്താ ഉള്ളതെന്ന് അറിയണല്ലോ. അങ്ങനെ രഹസ്യമായിട്ട് പ്ലേ ചെയ്ത് നോക്കുമ്പോ 30 വർഷങ്ങൾക്ക് മുൻപ് തന്റെ മകൻ ചാമ്പ്യൻഷിപ്പില് മത്സരിച്ചിരുന്നില്ലേ, അന്നത്തെ ഫോട്ടോസുകളാണ്. അപ്പോഴാണ് കുറച്ചു മുമ്പ് നമ്മൾ കരുതിയെന്താ ആ മത്സരത്തില് ജാക്കിയുടെ മകൻ 1ാം സമ്മാനം വാങ്ങിയെന്നല്ലേ. എന്നാല് അതില് തോറ്റുപോയിട്ട് സെക്കൻഡ് പ്രൈസ് മാത്രമാണ് അന്ന് മകന് കിട്ടിയിരുന്നത്. ആ ഒരു സങ്കടത്തിലായിരിക്കാം ജാക്കിയും മകനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതും മകൻ വീട്ടിൽ നിന്ന് പോകുന്നതും അതിനുശേഷം പതിയെ ഈ ഒരു കണ്ടീഷനിലേക്ക് ജാക്കി എത്താൻ തുടങ്ങിയതും. എന്നാലും ശരിക്ക് ജാക്കിയുടെ മകന് എന്താണ് സംഭവിച്ചത് ആ ഒരു കാര്യം ഇതുവരെ ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലല്ലോ. ആ ഒരു കാര്യം ഗുഹാൻ പറയുമ്പോ നമ്മുടെ ഓണർ പറയുന്നുണ്ട്, എന്റെ കടയില് ഒരിക്കൽ തീ പിടിച്ചിട്ടുണ്ടായി. അന്നൊരു പെൺകുട്ടി ആ ആപത്തിൽപ്പെട്ടപ്പോ അവളെ രക്ഷിക്കാന് ജാക്കിയുടെ മകൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ അവൻ ആപത്തില് മരണപ്പെട്ടു പോയതാണ്. ആ ഒരു കാര്യം ജാക്കിക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നെനിക്ക് ഉറപ്പില്ല. ചിലപ്പോ സാധ്യതയുണ്ട്. എന്നാൽ ജാക്കിയെ ഇപ്പൊ അത് ഓർമ്മിപ്പിക്കാനും പറ്റില്ല. കണ്ടീഷൻ ചിലപ്പോൾ കൂടുതൽ മോശമായാലോ. എന്നാൽ ജാക്കിക്ക് പതിയെ ഓർമ്മകൾ തിരിച്ചു കിട്ടാൻ ഹെൽപ്പ് ചെയ്തത് മകനായിട്ട് നിന്നെ കണ്ട ശേഷമാണ്. അപ്പോ പഴയ ആ ഒരു റെസ്ലിംഗ് കോമ്പറ്റീഷനൊക്കെ ഓർത്തെടുക്കാൻ പറ്റിയില്ലേ? അങ്ങനെയാണെങ്കിൽ തന്റെ മകൻ തോറ്റു എന്നുള്ള ആ ഒരു ഓർമ്മയിൽ നിന്ന് ജാക്കിയെ തിരിച്ചുകൊണ്ടെന്ന് മകൻ ജയിച്ചു എന്ന് കാണിക്കാൻ പറ്റിയാലേ ചിലപ്പോ ജീവിതത്തിലേക്ക് ഓർമ്മകളിലേക്ക് ജാക്കിയെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞേക്കും. അങ്ങനെ 30 വർഷങ്ങൾക്ക് മുൻപ് ആ ഒരു ഓഡിറ്റോറിയത്തില് എങ്ങനെയായിരുന്നു ആ വെയിറ്റ് ലിഫ്റ്റിംഗ് കോമ്പറ്റീഷൻ നടന്നിരുന്നത്, അതുപോലെ തന്നെ അതേ മോഡല് വീണ്ടും സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്തിട്ട് അതുപോലെ സിമിലർ ആയിട്ടുള്ള ആളുകളെയും ഹയർ ചെയ്തിട്ട് ആ സ്റ്റേഡിയത്തിൽ കൊണ്ടുവന്നിരുത്താണ്. എന്നിട്ട് 30 വർഷം മുമ്പുള്ള അതേപോലെ ഒരു കോമ്പറ്റീഷൻ വീണ്ടും നടത്തുമ്പോൾ അവിടത്തേക്ക് നമ്മുടെ ജാക്കി കൊണ്ടുവരികയാണ്. അങ്ങനെ കോമ്പറ്റീഷന്റെ ശബ്ദം കേട്ടപ്പോൾ ജാക്കി പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കാണ്. നോക്കുമ്പോൾ കൺമുമ്പില് ആ പഴയ മത്സരം നടക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ ഓണറില്ലേ, അങ്ങേര് മുഖത്തൊരു ചെറിയ കുറുമീശയും വെച്ചിട്ട് ഭയങ്കര ഗൗരവത്തിലിരിക്കുമ്പോൾ ജാക്കി, നിങ്ങളുടെ ആരോട് മത്സരിക്കുന്നത്? എന്റെ മോൻ മത്സരിക്കുന്നുണ്ട്. അപ്പോ മോനായിട്ട് കൊണ്ടുവന്ന ഒരുത്തൻ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ജാക്കി, എനിക്ക് ഇതേപോലൊരു മത്സരം മുമ്പ് നടന്നായിട്ട് ഓർമ്മയുണ്ട്. അങ്ങനെ ഓരോരുത്തർ വന്നിട്ട് വെയിറ്റ് ലിഫ്റ്റ് ചെയ്തിട്ട് പോയിട്ട് അവസാനം വരുന്നത് നമ്മുടെ ഹീറോയായ ഗുഹാനാണ്. അപ്പോ അവന്റെ മുഖം കാണുമ്പോൾ ഇപ്പോ നമ്മുടെ ജാക്കിയുടെ മകന് ഓർമ്മ വരികയാണ്. അങ്ങനെ ആദ്യത്തെ റൗണ്ടിലെ അവൻ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ലിഫ്റ്റ് ഒക്കെ കണ്ടപ്പോ ജാക്കി ആന്റിയോട്, എനിക്കിപ്പോ എന്റെ മോൻ ഓർക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ എല്ലാരോടും അതെന്റെ മോനാ. അത് കേട്ടപ്പോ ഗുഹാനെ രണ്ടാമത്തെ റൗണ്ടും വിജയിച്ച് കാണിച്ചു കൊടുക്കാണ്. ഇനിയിപ്പോ അവസാനത്തെ റൗണ്ടാണ് മത്സരിക്കാൻ പോകുന്നത്. എന്നാല് ലാസ്റ്റ് മത്സരിച്ചപ്പോ ഇതുവരെ അവര് വെയിറ്റ് ലിഫ്റ്റിന് ഉപയോഗിച്ചത് ഫേക്ക് ആയിട്ടുള്ള പ്ലേറ്റുകളാണ്. അവരുടെ ഓവർ ആക്ടിങ് കൊണ്ട് ആ പ്ലേറ്റുകൾ പൊട്ടിപ്പോയിട്ടുണ്ട്. ഇനിയിപ്പോ അവിടെയുള്ള
ഉള്ളത് ഒറിജിനൽ പ്ലേറ്റ് മാത്രമാണ്. ഇനിയിപ്പോ ഒറിജിനൽ പ്ലേറ്റ് വേണം ലിഫ്റ്റ് ചെയ്യാൻ. നമ്മുടെ ഗുഹാനാണെങ്കിൽ ഇതുവരെ കഷ്ടപ്പെട്ടിട്ട് ജാക്കിയെ തോൽക്കാൻ അനുവദിക്കാൻ പറ്റില്ല. ജാക്കിക്ക് വേണ്ടി എന്തും ചെയ്യാനുള്ള മൈൻഡിലാണ്. അങ്ങനെ വെയിറ്റ് ലിഫ്റ്റിങ്ങിന് അനൗൺസ്മെന്റ് വരുമ്പോഴാണ് 30 വർഷങ്ങൾക്ക് മുൻപ് ആ ഒരു ചാമ്പ്യൻഷിപ്പിന്റെ ടൈമിൽ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ആ കാര്യം ജാക്കിക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ ആ സ്റ്റേജിലേക്ക് ജാക്കി നടന്നെടുക്കുമ്പോൾ പറയുന്നുണ്ട്, എന്നെ സ്റ്റോപ്പ് ചെയ്യേ, ഇല്ലെങ്കിൽ പ്രശ്നം ഗുരുതരാവും. എന്നിട്ട് ജാക്കി അവിടെ നിന്ന് ഓടാൻ നോക്കുമ്പോഴാണ് നമ്മുടെ ഹീറോ ആയിട്ടുള്ള ഗുഹാനെ തട്ടിപ്പോകുന്നത്. അപ്പോൾ സ്റ്റേജിൽ നിന്ന് ചൈന ചൈന എന്ന് അലറി വിളിക്കുന്ന കേൾക്കാണ്. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ തന്റെ മകന് അന്ന് സംഭവിച്ച കാര്യം ഓർക്കുന്നുണ്ട്. അവൻ ഫൈനൽ റൗണ്ടിൽ ഇറങ്ങാൻ നോക്കുമ്പോൾ ജാക്കി പറഞ്ഞിട്ടുണ്ട്, നീ എന്നെ വിശ്വസിക്കേ, ഞാൻ പറഞ്ഞെന്ന കാര്യം ഓർമ്മയില്ലേ, വീട്ടിലേക്ക് വരുമ്പോൾ ഗോൾഡ് മെഡലോടെ അല്ലാതെ തിരിച്ചു വരാൻ നിൽക്കരുത്, നിനക്ക് ഞാൻ പൊസിഷൻ പറഞ്ഞു തന്നിട്ടില്ലേ, അത് മൈൻഡിൽ ഉണ്ടാവണം. അപ്പോൾ സെക്യൂരിറ്റിയൊക്കെ ജാക്കിയെ അവിടെ നിന്ന് പിടിച്ചു വലിച്ച് കൊണ്ടുപോവാണ്. അപ്പോൾ ജാക്കി സ്റ്റേജിൽ കയറാതെ പുറത്തു നിന്ന് തന്റെ മകൻ എങ്ങനെയായിരിക്കും വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാന്ന് ഒന്ന് ഡെമോ കാണിക്കുമ്പോൾ അതുപോലെ തന്നെ ഉള്ളിൽ സ്റ്റേജിൽ വെച്ച് അവൻ വെയിറ്റ് എടുത്ത് ചെസ്റ്റിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ശ്വാസം എടുത്ത് പതിയെ മുകളിലേക്ക് ഉയർത്തി ഹോൾഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് കാല് സ്ലിപ്പായിട്ട് ബാലൻസ് പോവാണ്. അതില് അവന് 2ാം സ്ഥാനം ആയിപ്പോയിട്ടുണ്ട്. എന്നാൽ ജാക്കി പുറത്തുനിന്ന് കരുതുന്നത് അവന് ഗോൾഡ് മെഡൽ കിട്ടിയെന്നല്ലേ. എന്നാൽ തന്റെ മകൻ തോറ്റു നിറഞ്ഞപ്പോ ഉള്ളിലേക്ക് പോയിട്ട് മകന്റെ മുഖത്തടിക്കാണ്. നിനക്ക് മര്യാദക്ക് ഒരു വെയിറ്റ് പോലെ ലിഫ്റ്റ് ചെയ്യാൻ അറിയില്ല അല്ലേ. അപ്പോൾ സങ്കടത്തില് അവനാണെങ്കിൽ ചെറുപ്പം മുതലേ ഈ വെയിറ്റ് ലിഫ്റ്റിങ് ആർക്ക് വേണ്ടി ഞാൻ ചെയ്തേ, ഇപ്പോ ഈ ചാമ്പ്യൻഷിപ്പിന് പോലും ആർക്ക് വേണ്ടി ഞാൻ വന്നിട്ടില്ലേ, എല്ലാം അച്ഛന്റെ ആഗ്രഹത്തിന് വേണ്ടി മാത്രമായിരുന്നില്ലേ. എപ്പോഴെങ്കിലും എന്റെ ആഗ്രഹം എന്താന്ന് ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? എനിക്ക് വെയിറ്റ് ലിഫ്റ്റിങ് തീരെ ഇഷ്ടമല്ല. ഇപ്പോ ഞാൻ 2ാം സമ്മാനം വാങ്ങിയ സിൽവർ മെഡലും എനിക്ക് വേണ്ട. അങ്ങനെ അതും ജാക്കിക്ക് എറിഞ്ഞു കൊടുത്തിട്ട് അന്ന് അവിടെ നിന്ന് പോയതാണ്. എന്നാൽ അതേ സമയത്ത് സ്റ്റേജിൽ നമ്മുടെ ആന്റി മൂക്കിലൊരു പൈപ്പ് വെച്ച് വന്നിരുന്നില്ലേ, അത് ജാക്കിയുടെ ഭാര്യയ്ക്ക് ആ ഒരു സമയത്ത് എന്തോ അസുഖം ഉണ്ടായിരുന്നു. തന്റെ മകൻ ദേഷ്യപ്പെട്ട് പോയതറിഞ്ഞ് അവരും സങ്കടപ്പെട്ട് 2 മാസത്തിന് ശേഷം മരണപ്പെട്ടു പോയതാണ്. അങ്ങനെ തന്റെ ഭാര്യയുടെയും മകന്റെയും വിയോഗം സഹിക്കാൻ പറ്റാതായപ്പോ വീട്ടിലുണ്ടായിരുന്ന അവൻ വാങ്ങിയ എല്ലാ മെഡലുകളും അതുപോലെ അവന്റെ ഫോട്ടോസുകളൊക്കെ തകർത്തെളിഞ്ഞിട്ട് അവസാന ഫൈനൽ മത്സരത്തിൽ 2ാം സ്ഥാനം വാങ്ങി അതില് ഫോട്ടോ കട്ട് ചെയ്തിട്ട് 1ാം സ്ഥാനത്തിന്റെ പൊസിഷനില് അവൻ ഒട്ടിച്ചു വെച്ച് താഴെ ഗോൾഡ് വിന്നർ എന്ന് എഴുതി വെക്കുകയാണ്. അപ്പോ പ്രസന്റിലെ നമ്മുടെ ജാക്കിയുടെ മുമ്പില് ഗുഹ നിൽക്കുന്ന കാണുമ്പോ അവനും ഞാൻ പോയിട്ട് ടച്ച, അപ്പോ നീ നിന്റെ ഇഷ്ടം പോലെ മത്സരിച്ചിട്ട് വാന്ന് അവനെ ആശീർവദിച്ച് സ്റ്റേജിലേക്ക് അയക്കാണ്. എന്നാൽ സ്റ്റേജിലെത്തിയപ്പോ എല്ലാ ആളുകളും ഭയന്നുകൊണ്ടാണ് ആ കാഴ്ച കാണുന്നത്. ഇതുവരെ ഫേക്ക് പ്ലേറ്റ് വെച്ചിട്ടാണ് മത്സരിച്ചിരുന്നത്, എന്നാലിപ്പോ ഒറിജിനൽ പ്ലേറ്റ് യൂസ് ചെയ്യുന്നത്. ആ കാഴ്ച കണ്ടപ്പോ ജാക്കി ഓൾറെഡി നടന്ന കാര്യം ഓർക്കുന്നുണ്ട്. ഒരിക്കലും തന്റെ മകനത് പൊക്കില്ല. എന്നാൽ ഗുഹാൻ ജാക്കിയെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാനുള്ള അവസാന വഴിയാന്ന് മനസ്സിൽ ഉറപ്പിച്ച് ആ ഒരു വെയിറ്റ് പൊക്കി ടൈം ഔട്ട് കഴിയുന്നവരെ ഹോൾഡും ചെയ്യാണ്. അങ്ങനെ എല്ലാവരും ആർപ്പ് വിളിക്കുമ്പോൾ അവസാനം ഗോൾഡ് മെഡലില്ലേ, അത് നമ്മുടെ ജാക്കിയുടെ കഴുത്തിൽ തൂക്കിയിട്ട് 5 പേരും ചേർന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാണ്. അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഹീറോ ഗുഹാനിലെ അവനിപ്പോ ഒരു ഫേമസ് ആയിട്ടുള്ള ഗാരേജിൽ വർക്കിന് കയറിയിട്ടുണ്ട്. അപ്പോൾ വർക്കിനിടയിൽ ഒരു കോള് വരുന്നുണ്ട്. അതായത് ജാക്കിക്ക് ഒരു ഹാർട്ടില് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഹാർട്ട് അറ്റാക്കിൽ ജാക്കി മരണപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ചടങ്ങൊക്കെ കഴിഞ്ഞ ശേഷം ആന്റിയോട് അവസാനമായിട്ട് ജാക്കി എന്തോ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ജാക്കി മരണപ്പെട്ട ശേഷം കാണാൻ വേണ്ടിയിട്ട്. അതിൽ ജാക്കി ആണെങ്കിൽ എനിക്കിപ്പോ അൽസൈമർ എന്ന ഒരു രോഗം വല്ലാതെ മൂർജിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓർമ്മകള് എല്ലാം എന്നെ ഇല്ലാതെയാക്കുന്നതിന് മുൻപ് എന്റെ ജീവിതത്തിൽ എന്നോട് എപ്പോഴും സ്നേഹം കാണിച്ച സത്യസന്ധമായി നിന്ന ചില ആളുകളെ നിങ്ങൾക്ക് എനിക്ക് കാണിച്ചു തരാനുണ്ട്. അങ്ങനെ നമ്മുടെ ഓണറിന്റെ ഒരു വീഡിയോ കാണിച്ചിട്ട് ഇവൻ എപ്പോഴും എനിക്ക് ലോയലായിരുന്നു, അതുപോലെ എന്നെ അവന്റെ ഫാമിലിയിലെ ഒരാളായിട്ടാണ് കണ്ടിരുന്നത്. അടുത്ത ക്ലിപ്പില് നമ്മുടെ ഹീറോനിലെ ഒരു 100 രൂപ കടം ചോദിക്കാന് ജാക്കിയുടെ അടുത്ത് വന്നപ്പോ ആ പൈസ കൊടുത്തിട്ട് ഇവള് എന്റെ മോളെ പോലെയാ, പലപ്പോഴും ഇതുപോലെ പൈസ വാങ്ങിട്ട് പോകും, എന്നാൽ അവൾക്ക് തിരിച്ചു തരാൻ പറ്റിയിട്ടില്ല. പക്ഷേ പലപ്പോഴും എന്റെ മരുന്ന് തീരുമ്പോൾ അവളാണ് എനിക്ക് കൊണ്ടുതരാറ്. അതിന്റെ കണക്ക് അവൾ പറയാറില്ല. എനിക്ക് വേണ്ടി ജീവൻ തരാനും അവൾ റെഡിയാ. അവൾ ഒരിക്കലും ഞാൻ മറക്കില്ല. അങ്ങനെ അടുത്തതായിട്ട് നമ്മുടെ ആന്റിയെ കാണിച്ചിട്ട് ഇടക്കിടക്ക് ചെറിയ ഗോസിപ്പുകളൊക്കെ പറയെങ്കിലും എന്റെ കാര്യത്തില് എപ്പോഴും കെയർ എടുക്കുമായിരുന്നു. അടുത്തതായിട്ട് ഗുഹാന് ഇവൻ എനിക്ക് വേണ്ടി എന്റെ മകനായി അഭിനയിച്ച് കുറേയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവൻ നല്ല മനസ്സിന്റെ ഉടമയാണ്, അതുപോലെ അവന്റെ ഉള്ളില് നല്ല സ്കില്ലുകളും ഉണ്ട്. ഈ ഒരു രോഗം വന്ന് എന്നെ തകർത്ത് കളഞ്ഞാലും ഇനിയിപ്പോ നാളെ ഞാൻ ഇല്ലാതായാലും ഒരിക്കലും എന്റെ കുടുംബായ ചോരകളായ നിങ്ങളെ ഞാൻ മറക്കില്ല. അടുത്തതായിട്ട് എന്താ പറയണമെന്ന് ജാക്കിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഇതുവരെ കൂടെ നിന്നതിന് ഒരുപാട് നന്ദിയും പറഞ്ഞുകൊണ്ട് അവരുടെ 5 പേരുടെയും ആ ഒരു ഹാപ്പിയോടുള്ള അവസാനത്തെ ഫോട്ടോ കാണിക്കുകയാണ്. അങ്ങനെ ജാക്കിയെ അടക്കം ചെയ്ത സ്ഥലത്ത് അവര് 4 പേരും പോയിട്ട് ജാക്കിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ കഥ അവസാനിച്ചെന്ന് കരുതുമ്പോഴാണ് നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിച്ചിരുന്നത്. അതായത് ഒരിക്കൽ ഗുഹാന് ഈ നാട്ടിലേക്ക് ആദ്യമായിട്ട് വന്നപ്പോ ഒരുത്തൻ ബൈക്ക് കൊണ്ട് ഇടിച്ച് തെറിപ്പിച്ചിരുന്നില്ലേ, അന്ന് ഗുഹാൻ ഇടിച്ച് തെറിപ്പിച്ച ശേഷം അവൻ ജാക്കിയും തട്ടിട്ടിരുന്നു. അപ്പൊ ഗുഹാനാണെങ്കിൽ
ആണെങ്കിലേ അവനോട് അടി ഉണ്ടാക്കിയിട്ട് ആ ഒരു പോസ്റ്റർ എടുത്ത് അവിടുന്ന് പോകുമ്പോഴാണ് ജാക്കി എഴുന്നേൽക്കുമ്പോൾ ഗുഹാനെ ദൂരെ കാണുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകള് ജാക്കിയോട് ഹോസ്പിറ്റലിൽ പോകണമെന്ന് ചോദിച്ചപ്പോഴും ജാക്കി ഗുഹാനെ തന്നെ നോക്കി നിന്നിരുന്നു. അപ്പോൾ അവനില് തന്റെ മകനെയാണ് അന്ന് തന്നെ ജാക്കി കണ്ടത്. അതുകൊണ്ടാണ് പിന്നീട് അവനെ കണ്ടപ്പോൾ തന്റെ മോനായിട്ട് ജാക്കിക്ക് ഓർമ്മ വന്നത്. അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ്ങോടുകൂടി ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. ജാക്കി ചാന്റെ കഥയായതുകൊണ്ടാണ് ഞാൻ വേഗം തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഇതുവരെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറന്നുപോയ എല്ലാ കൂട്ടുകാരും ഇപ്പൊ തന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ കഥയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇതിലും അടിപൊളി മറ്റൊരു കഥയുമായിട്ട് നമുക്ക് നാളെ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും ഇത് നിങ്ങളുടെ ട്വിസ്റ്റ് മലയാളി. ടാറ്റ, ബൈ ബൈ.